നമുക്കൊരു വാക്ക് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യത കർത്താവെ. സർവ്വത്തെ സൃഷ്ടിച്ച അതിപരിശുദ്ധനായ ദൈവം കർത്താവെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ കർത്താവെ, ഏഴകളായുള്ള ഞങ്ങളെ കർത്താവെ അവിടുത്തോട് ചേർത്തുകൊണ്ട് വലിയ സ്നേഹത്തിനായിട്ട് വാത്സല്യത്തിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. ഒരു ജീവനുള്ള യാഗമായിട്ട് ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ ശബ്ദത്തെ ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവെ. അങ്ങേ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം, അങ്ങേ ഞങ്ങൾക്ക് കാണണം കർത്താവെ. അങ്ങയെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ആഴത്തിൽ ഗ്രഹിപ്പാനും അങ്ങയോട് ആത്മാവിലൊന്നായി ചേർന്ന് അങ്ങയോട് കർത്താവ് അങ്ങേ പോലായി തീരുവാനും ഞങ്ങൾ കർത്താവെ നിത്യതയുടെ വെളിച്ചത്തിൽ കർത്താവെ വചനത്തിലെ പല കാര്യങ്ങളും കർത്താവെ വചനത്തിലെ പല മർമ്മങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങൾക്കതൊരു കർത്താവെ വെളിപ്പാടായിട്ട് അനുഭവമായിട്ട് ഞങ്ങളുടെ അനുസരണത്തിലേക്ക് ഞങ്ങളുടെ പച്ചയായ ജീവിതത്തിലേക്ക് കർത്താവ് അത് പ്രയോജനമുള്ള തരത്തിൽ കർത്താവെ ഞങ്ങൾക്കത് കർത്താവ് അത് ഹൃദ്യമാക്കി തരണം. കർത്താവെ ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാതപീഠത്തെങ്കിലും ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജീവൻ്റെ മൊഴികൾ അവിടുത്തെ കയ്യിൽ അവിടുത്തെ പക്കൽ മാത്രമാണ് കർത്താവെ. ഞങ്ങൾ അങ്ങേ വിട്ട് എങ്ങോട്ട് പോകും? നന്ദി കർത്താവെ, നന്ദി. അവിടെ ഞങ്ങളെ സഹായിക്കുമില്ല. യേശുവിൻ്റെ ബലിയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 21-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം എങ്ങും കാണുന്നു. കർത്താവ് വരും. അതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. ഒരു ഏകലോക ഭരണാധികാരിയായിട്ട് എതിർ ക്രിസ്തു വെളിപ്പെടുന്നു. ലോകത്തിലെ പല രാഷ്ട്രത്തലവന്മാരും ആ എതിർ ക്രിസ്തുവിന് തങ്ങളുടെ ഭരണത്തെ ഏൽപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം അവൻ അത്ര സ്വാധീന ശക്തിയുള്ള ഒരു വലിയ ഭരണാധികാരിയായിട്ട് ലോകത്ത് വെളിപ്പെടുന്നു. അതിനുശേഷം അവൻ്റെ ഒരു 3.5 വർഷക്കാലമുള്ള ഒരു അപ്പാരന്റ് പീസ്, അല്ലെങ്കിൽ പ്രകടമായ ഒരു സമാധാനമുള്ള ഒരു സമയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് തോന്നുമെങ്കിലും 3.5 വർഷക്കാലത്തിന് ശേഷം അവൻ യഹൂദന്മാരോടുള്ള ആ ഒരു ഉടമ്പടിയൊക്കെ ലംഘിച്ച് അവൻ തന്നെ ദൈവവുമായിട്ട്, അപ്പോൾ അതിന് അകം പണിയപ്പെടുന്ന ആ യെരുശലേം ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്ന് കർത്താവ് പറയുന്ന ആ ഒരു മ്ലേച്ഛത, താൻ തന്നെ ദൈവവുമായിട്ട് തന്നെ അവരോധിക്കുന്ന ആ ഇത് ക്രിസ്തുവിൻ്റെ ആ മ്ലേച്ഛതയും അതിനുശേഷമുള്ള മഹോപദ്രവവും, ഇസ്രായേലിനെ അവൻ പീഡിപ്പിക്കാൻ നോക്കുന്നു. ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്നു. ഇസ്രായേലിൻ്റെ ബാക്കി സന്തതികളായിട്ടുള്ള സഭയെ മഹോപദ്രവത്തിലൂടെ കടത്തിവിടുന്നു. ആ 3.5 വർഷക്കാലത്തിൻ്റെ ഒടുക്കം കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിൽ കർത്താവ് മേഘാരൂഢനായിട്ട് വരുമ്പോൾ നമ്മൾ കണ്ണുമയ്ക്കുന്ന നേരത്തിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ചേർക്കപ്പെടുന്നു. കർത്താവ് ഒലിവുമലയിൽ വന്ന് കാലുകുത്തുന്നു. ഒലിവുമല 2ആയിട്ട് പിളർക്കുന്നു. ഇത് എന്തോ സിനിമ കഥ മാതിരി എന്തോ പറയുമല്ലേ. ഇതെല്ലാം വചനത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ റെഫറൻസസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സഖറിയാവ് 14 ഒലിവുമല 2ആയിട്ട് പിളർക്കുന്ന കാര്യമൊക്കെ പറയുന്നത് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ ഒലിവുമല 2ആയിട്ട് പിളർക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് എവിടെ നിന്നായിരുന്നു? Where did Jesus ascend to heaven from on this earth? ഇവിടെ നിന്നായിരുന്നു അസെൻഡ് ചെയ്ത് മുകളിലോട്ട്. ഒലിവുമലയിൽ നിന്നായിരുന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. 11-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. അതുപോലെ തന്നെ പോയതുപോലെ തന്നെ തിരികെ വരുമെന്ന് ഇതിലെ പുരുഷന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാര്, മാലാഖമാര് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് നമ്മൾ അവിടെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം പോയതുപോലെ തന്നെ കർത്താവ് മേഘങ്ങളിലേക്ക് മറഞ്ഞതുപോലെ തന്നെ മേഘങ്ങളിൽ കർത്താവ് മേഘാരൂഢനായിട്ട് എന്ന് പറഞ്ഞാൽ മേഘത്തെ വാഹനമാക്കി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. കർത്താവ് ഒലിവുമലയിലേക്ക് കാലുകുത്തുന്നു. അവിടെ അർമഗദോൻ യുദ്ധം, അതായത് കർത്താവിനെതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞ എതിർ ക്രിസ്തുവിൻ്റെയും സർവ്വ സൈന്യങ്ങളുടെയൊക്കെ എതിരായിട്ടുള്ള അവസാനത്തെ അർമഗദോൻ യുദ്ധം. അവിടെ അർമഗദോൻ യുദ്ധം എന്ന് പറയാൻ കാരണം അർമഗദോൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഇസ്രായേലിലുള്ള അർമഗദോൻ എന്ന് പറഞ്ഞൊരു സ്ഥലം. അതിനെക്കുറിച്ച് നമ്മൾ വെളിപാട് 16-ാം അധ്യായത്തിൽ 16-ന്റെ നമ്മൾ വായിച്ചായിരുന്നു. എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പറയുന്ന അർമഗദോൻ യുദ്ധമൊക്കെ അവിടെ നടക്കുന്ന ആ ഒരു സ്ഥലം, അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലം, അത് ഇന്നത്തെ യെരുശലേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലേ? ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഏത് ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്? അത് എന്തോ ഏഹ്, ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തോ അതൊരു പാശ്ചാത്യ മതമായിട്ട് ഇന്ന് പലരും പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ചത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മൾ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്? വിച്ച് കോണ്ടിനെന്റ് ഇന്ത്യ ബിലോങ്സ് ടു? ഏഷ്യ. അപ്പൊ ഏഷ്യയിൽ തന്നെയാണ് ഏത് രാജ്യമുള്ളത്? ഇസ്രയേലുള്ളത്. ആ ഇസ്രയേലില ദൈവം മനുഷ്യനായിട്ട് ആ, യേശു ക്രിസ്തു ജനിച്ചത് ഇസ്രയേലിൽ, ഈ ഏഷ്യൻ കോണ്ടിനെന്റിൽ തന്നെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ. അപ്പൊ അവിടെ യുനോ ആ ഇസ്രയേലിലെ ജെറുസലേം എന്ന് പറയുന്ന ക്യാപിറ്റൽ, ജെറുസലേമും ടെൽ അവീവുമാണ് രണ്ട് സമയങ്ങളിലെ ക്യാപിറ്റലായിട്ട് അത് ഇസ്രയേലിന്റെ ക്യാപിറ്റലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ ജെറുസലേമിന് ഒരു 50 മൈല് വടക്കായിട്ടാണ് ഈ അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പൊ അവിടെയാണ് ഈ അവസാനത്തെ യുദ്ധം നടക്കുന്നതെന്നൊക്കെ ആ, ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ വെളിപാട് പുസ്തകം 16:16 പറയുന്നു. അപ്പൊ ആ ഒരു വലിയ യുദ്ധം, അവിടെ ചോരപ്പുഴ ഒഴുകുന്ന രംഗമൊക്കെ നമ്മൾ ഈവൻ വെളിപാട് 14:20 വാക്യത്തിലൊക്കെ അതിന്റെ ആ, കുതിരയുടെ കടിവാളോളം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കടിവാളങ്ങളോളം എന്ന് പറഞ്ഞാൽ ഹോഴ്സസ് ബ്രിഡ്, കടിവാളം എന്ന് പറഞ്ഞാൽ ബ്രിഡിൽ, അതിന്റെ ആ കുതിരയുടെ കടിഞ്ഞാണ്. അപ്പൊ അതിന്റെയൊക്കെ ആ ഉയരത്തില് രക്തപ്പുഴ അവിടെ അങ്ങ് ഒഴുകുന്ന 200 നാഴിക ദൂരത്തോളം ഒഴുകുന്ന ആ, ഒരു ആ, ഒരു ന്യായവിധി, ദൈവത്തിന് ഒരു ന്യായവിധി നടക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അവിടെ എതിർ ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിന്റെ കൂട്ടത്തിലുള്ള വന്ന വലിയ രാജ്യ ഭരണാധികാരികളും സർവ്വസൈന്യാധിപന്മാരും ഒക്കെ ആ, ചോരക്കളമായി തീരുന്ന ആ ഒരു രംഗമൊക്കെ ആകുന്നു. അതിനുശേഷം കർത്താവ് കർത്താവ് തൻ്റെ വ്രതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ചോസൻ വൺ, വ്രതൻ എന്നുള്ള വാക്കിനർത്ഥം ചോസൻ വൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, കർത്താവിൻ്റെ ദാസന്മാർക്ക്, കർത്താവിൻ്റെ മക്കൾക്ക്, നമുക്ക് കർത്താവ് പ്രതിഫലം തരുന്നു. ഈ അർമ്മദോൻ യുദ്ധത്തിന് ശേഷം കർത്താവ് നമുക്കെല്ലാം പ്രതിഫലം തരുന്നു. അതിനുശേഷം 1000 വർഷക്കാലം ഭരണം കർത്താവ് തുടങ്ങുന്നു. അപ്പൊ ആ സമയത്ത് 1000 വർഷക്കാലം ആരെ പിടിച്ച് അഗാധകൂപത്തില് ബന്ധിക്കും? അറിയാം, സാത്താനെ. അപ്പൊ ആ 1000 വർഷക്കാലം സാത്താന്റെ ശല്യമൊന്നുമില്ല, കൊതുകിന്റെ ശല്യമില്ല, പട്ടിയുടെ ശല്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ സാത്താനെ പിടിച്ച് ഈ 1000 വർഷക്കാലം ബന്ധിച്ചിടും. 1000 വർഷക്കാലം കർത്താവിന്റെ ഏറ്റവും സൽഭരണം. ഇന്ന് ഇനോ എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ്, വലിയ വലിയ പ്രകടന പത്രികകളൊക്കെ പറഞ്ഞ് ഓരോരോ ഭരണങ്ങൾ വരുന്നു എന്ന യഥാർത്ഥത്തിലുള്ള സൽഭരണം, യഥാർത്ഥത്തിലുള്ള ഏറ്റവും നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭരണം കർത്താവിൻ്റെ രാജ്യത്തിൽ, കർത്താവിൻ്റെ 1000 വർഷക്കാലം ഭരണം മിലിനിയൽ റെയിനിൽ നടക്കുന്നു. അവിടെ കർത്താവിൻ്റെ കൂടെ ആരൊക്കെയാണ് ഭരിക്കുന്നേ? ഏതൊക്കെ മന്ത്രിമാരാ? ഇപ്പോഴത്തെ മന്ത്രിമാരും മന്ത്രിണിമാരും ഒന്നുമല്ല, മറിച്ച് നമ്മളായിരിക്കും കർത്താവിൻ്റെ കൂടെ. നമ്മളെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇന്നേ കർത്താവിൻ്റെ കൂടെ ജഡത്തെയും, അതായത് ജഡത്തിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തെയും, ഈ ലോകവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, അതായത് പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അതിനെയും പിന്നെ സാത്താനത്തിനെയും വാഴുന്നവരാണ് ഇന്ന് പാപത്തിനെതിരെ, അതായത് ചുരുക്കത്തിൽ പറയാൻ പാപത്തിന്റെ മേലെ വാഴുന്നവരാണ് അന്നും കർത്താവിന്റെ കൂടെ വാഴാൻ പോകുന്നത്. അന്ന് കർത്താവിന്റെ കൂടെ ആ പ്രതിഫലത്തിനനുസരിച്ചായിരിക്കും നമ്മളും കർത്താവിന്റെ കൂടെ ഏറ്റവും ചേർന്ന് വാഴുന്നത്. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസവും പ്രായ വ്യത്യാസവും അല്ലെങ്കിൽ വർഗ വർണ്ണ ലിംഗ ഭാഷ ഭേദമൊന്നും ഇല്ലാതെ കർത്താവ് ഏറ്റവും നിഷ്പക്ഷമായിട്ട് നമുക്ക് കിട്ടിയ വെളിച്ചത്തിനൊത്തവണ്ണം കർത്താവ് നമ്മളോട് ചോദിക്കും. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. ലൂക്കോസ് 12:48, ടു ഹിം മോർ ഇസ് ഗിവൺ മോർ വിൽ ബി ആസ്ക്ഡ്. ലൂക്ക് 12:48. 12:48 എങ്ങനെ ഓർക്കുന്നേ? 12:48 നമ്മൾ എന്ത് ബന്ധം? 12 into 4 is 48. So Luke 12:48 ടു ഹിം മോർ ഇസ് ഗിവൺ മോർ വിൽ ബി ആസ്ക്ഡ്. നമ്മൾ എപ്പോഴും നമ്മൾ എസ്പെഷ്യലി CFCയിലുള്ള സഹോദരങ്ങളെ ഓർക്കേണ്ട വചനമാണത്. ലൂക്കോസ് 12:48, കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ അധികം മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അവിടെയും തെറ്റി. അധികം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള അതിന്റെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഉണ്ടായിട്ടും അത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുമ്പം അതും കർത്താവിനൊക്കെ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നീ എന്താ അറ്റൻഡ് ചെയ്യാനെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അത് കർത്താവിന്റെ സ്നേഹത്തിലാ ചോദിക്കുന്നത്, കർക്കശത്തിലാ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെല്ലാം കർത്താവിനായിട്ട് പ്രയോജനപ്പെടുത്തുകയും അന്ന് പ്രതിഫലത്തിന് നാളെ കർത്താവിന് മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതിന് ശേഷം 1000 വർഷക്കാലം ഭരണം, അതിനനുസരിച്ച് ആ പ്രതിഫലത്തിനനുസരിച്ചായിരിക്കും കർത്താവിനോടുകൂടി നമ്മൾ ഭരിക്കുന്നത്. അതിനുശേഷം
എന്താ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ അവൻ പിന്നെയും അവിടെയുള്ള അനേകർ അന്ന് ഉണ്ടായിരിക്കുന്ന അന്ന് അതുവരെ ജീവിച്ചിരുന്ന ആ വിശ്വാസികളെയൊക്കെ അവൻ പിന്നെയും വഞ്ചിച്ച് അവരെല്ലാം പിന്നെയും സാത്താനിന്റെ കൂട്ടത്തിൽ പോവും. ഇത്രയും നാളും കർത്താവിന് ഭരണം കണ്ടപ്പോഴത്തേക്ക് ഇവരെല്ലാം അങ്ങ് മാനസാന്തരപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മനുഷ്യന് ബേസിക്കലി അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടം മതി. അപ്പം അതുകൊണ്ട് അവർക്ക് സ്വന്തം ഇഷ്ടം മതി, സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ജീവിക്കണം, അവർക്ക് ദൈവത്തിന് കീഴടങ്ങാൻ മനസ്സില്ല. അപ്പം അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഒരു അവരങ്ങ് സുവിശേഷം കേൾക്കാത്തതുകൊണ്ട് അങ്ങ് രക്ഷിക്കപ്പെടാത്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സുവിശേഷം കേൾക്കേണ്ടവരെയൊക്കെ കർത്താവ് കേൾപ്പിക്കും. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ അവൈലബിൾ ആയിരിക്കണം തീർച്ചയായിട്ടും അതിനായിട്ട്. പക്ഷേ എന്താ ആൾക്കാർക്ക് ദൈവത്തെ വേണ്ട. അപ്പം അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടാത്തതും അവർ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാത്തതും. അപ്പം അങ്ങനെ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താന്റെ കൂടെ കൂടുന്ന ആൾക്കാരെല്ലാം കൂടെ സ്വർഗത്തിന്റെ അഗ്നിയാൽ വന്ന് ദഹിപ്പിക്കപ്പെടുന്ന ഒരു രംഗം നമ്മളിവിടെ കണ്ട് വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യത്തിൽ. അതിന്റെ വെളിപാട് 20-ന്റെ 10 ഞാൻ എല്ലാ ആഴ്ചയും തന്നെയും പലപ്പോഴും എംഫസൈസ് ചെയ്ത് പറയാറുണ്ട്. വെളിപാട് 20-ന്റെ 10 എന്ത് പറയുന്നേ? സാത്താന്റെ സ്ഥാനം, സാത്താന്റെ ഭാവി എവിടാണ്? സാത്താൻ എവിടെ ആയിരിക്കും? അവന് 2 കൂട്ടുകാരന്മാരോടൊത്ത് തീപ്പൊയ്കയിലായിരിക്കും. തീപ്പൊയ്കയുടെ ഒത്ത നടുക്കായിരിക്കും, ഏറ്റവും തീയുള്ളിടത്ത്, ഏറ്റവും ടെമ്പറേച്ചർ ഉള്ളിടത്ത്. അതിന്റെ പെരിഫറിയിലോട്ട് കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറഞ്ഞിടത്തൊക്കെ ആയിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അലങ്കാരിക ഭാഷയാണ്. അന്ന് അതിലും കഠിനമായിട്ടുള്ള വ്യഥയായിരിക്കും അവിടെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവാൻ പറ്റുന്നൊരു ഭാഷയില്ല തീ എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അന്ന് അതിലും ഭയാനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ദൈവത്താൽ കൈവിടപ്പെടുന്ന ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു വ്യഥയായിരിക്കും നരകത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ന് നമുക്ക് തീ പൊയ്ക, കെടാത്ത അഗ്നി, ചാകാത്ത പുഴു എന്നൊക്കെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മർക്കോസ് 9-ന്റെ അവസാനം. അപ്പോൾ അതൊക്കെ ഇന്ന് ചാകാത്ത പുഴു, കെടാത്ത അഗ്നി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. അപ്പോൾ എന്നാൽ ആ നരകത്തിന്റെ യഥാർത്ഥ ഭീകരത അറിയാവുന്ന യേശുകർത്താവ് തന്നെയാണ് അത്. നമുക്ക് ആ വാക്യം അറിയത്തില്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ അന്നും എടുത്തായിരുന്നു. ഇവിടെ 9-ാം അധ്യായത്തില് കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞത് കെടാത്ത പുഴു, കെടാത്ത അഗ്നിയും ചാകാത്ത പുഴുവും. മർക്കോസ് 9-ാം അധ്യായത്തിന്റെ അവസാനം അതിന് 48-ാമത്തെ വാക്യം, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അത് വിശ്വാസികളെ സ്വർഗത്തിന് തീ കൊണ്ട് ഉപ്പിടപ്പെടണം, അല്ലെങ്കിൽ സ്വർഗത്തിന് തീയില്ലാത്തവരെല്ലാം നരകത്തിന് തീയിലേക്ക് ഉപ്പിടപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അത് വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. ഈ കെടാത്ത അഗ്നി, കെടാത്ത തീയും ചാകാത്ത പുഴുവും, അതിപ്പോൾ ഒരു വചനത്തിൽ എവിടെയോ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിന്റെ തൊട്ട് മുമ്പ് വീണ്ടും എഴുതിയേക്കും. അതിന്റെ 46-ാമത്തെ വാക്യം, അതിന്റെ തൊട്ട് മുമ്പേ മർക്കോസ് 9-ന്റെ 46, മാർക്ക് 9:46 കാണുന്നുണ്ടോ? മാർക്ക് 9:46 അവിടെയും worm does not die, fire is not quenched. പിന്നെ അതിന്റെ 44-ാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ദൈവവചനത്തിൽ അത് ആവർത്തിച്ച് പറയുവാണ്. അത് യഥാർത്ഥത്തിൽ യെശയ്യാവ് 66-24 എന്നുള്ള ഒരു ഉദ്ധരണിയാണ് നമ്മുടെ അവിടെ വായിക്കുന്നത്. ഇപ്പം ആ ഒരു കാര്യം കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള വലിയൊരു യാതന. അപ്പം അവൻ്റെ കൂടെ അഗ്നിപ്പൊയ്കയിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ കാണാത്തവരെല്ലാം അഗ്നിപ്പൊയ്കയിൽ ഉണ്ടായിരിക്കും എന്നാണ് അവിടെ വെളിപാട് 20-ന്റെ 15 നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കണമെന്ന് നമ്മൾ പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോൾ അങ്ങ് രക്ഷിക്കപ്പെട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളുടെ രക്ഷിക്കപ്പെട്ടായിരിക്കാം എന്നാണ് നമ്മളുടെ അവസ്ഥ. അത് കർത്താവേ, എനിക്ക് ആ രക്ഷയുടെ ഉറപ്പ് എത്രയും വേഗം വേണം. കർത്താവേ, ഞാൻ ആ തീപ്പൊയ്കയിലോട്ട് പോകുന്നതിൻ്റെ പേടി മാത്രമല്ല, മറിച്ച് കർത്താവേ, എനിക്ക് അവിടുന്ന് എന്നെ സ്നേഹിച്ച് എനിക്കായിട്ടെല്ലാം ജീവനെ തന്നു. അതുകൊണ്ട് കർത്താവേ, എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ, പരിശുദ്ധാത്മ നിറവോ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒന്നിനെക്കുറിച്ചൊരു ഉറപ്പില്ലാതെ അങ്ങനെയുള്ള ഒരു അസന്നിഗ്ധമായ ഒന്നിനെക്കുറിച്ചൊരു ഉറപ്പില്ലാത്തൊരു ജീവിതമല്ല കർത്താവ് എനിക്ക് വേണ്ട. മറിച്ച് കർത്താവെ, അവിടെ നിന്നെ രക്ഷിച്ചു, അവിടെ നിന്ന് ആത്മാവിനെ നിറച്ചു, അതിനെക്കുറിച്ചൊക്കെ കർത്താവ് ഉറപ്പുള്ള ഒരു ജീവിതം എനിക്ക് വേണം. നമ്മളെല്ലാവരും, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവെ, എനിക്ക് രക്ഷിക്കപ്പെട്ടു, ലോർഡ് ദാറ്റ് ഐ ആം സേവ്ഡ്, അവിടെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു, അവിടെ തന്നെ പുത്രനാക്കിയിരിക്കുന്നു, അവിടുത്തെ പുത്രിയാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ്, അഷ്വറൻസ്. ഐ വോണ്ട് ദാറ്റ് അഷ്വറൻസ് ഓഫ് ദാറ്റ് സാൽവേഷൻ. അത് അങ്ങ് തന്നെ എനിക്ക് തരണം, ഒരു ഉറപ്പ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും? തീപ്പൊയ്കയിലോട്ടായിരിക്കും എന്നുള്ള കാര്യം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്തവരൊക്കെയും തീപ്പൊയ്കയിൽ തെളിയിടുമെന്നാണ് വെളിപാട് 20-ന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം ആ തീപ്പൊയ്കയിലെല്ലാം തെളിയിട്ട് വേണ്ടാത്തവരെല്ലാം
ഉന്മൂലനം ചെയ്തത് അവരങ്ങ് ഇനോ ഇല്ലാതായി പോകുന്നു എന്നുള്ളതല്ല, എന്നാൽ അവര് നിത്യമായിട്ട് കെടാത്ത അഗ്നിയിലായിരിക്കും. എന്നേക്കും അവരുടെ സ്മോക്ക്, അവരുടെ പുക എന്നേക്കും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്ന. ഈ ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോഴും സ്മോക്ക് എന്നേക്കും, അവളുടെ പുക എന്നേക്കും ഉയരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യനരകത്തിന്റെ ആ അഗ്നിയിലും അതുപോലെ അവർ ദേ ഹാവ് നോ റെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. വെളിപാട് 14:11 നമ്മളത് വായിക്കുന്നുണ്ട്. അവരുടെ ദണ്ഡനത്തിന്റെ പുക, വെളിപാട് 14, റെവലേഷൻ 14:11. അഗ്നിപുകയിൽ എല്ലാം കൂടെ അങ്ങ് എരിഞ്ഞങ്ങ് തീർന്നു. ഇല്ല, എരിഞ്ഞങ്ങ് തീർന്നായിരുന്നെങ്കിൽ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് കഴിയുന്നില്ല. എന്താ, വെളിപാട് 14:11 എന്താ? അവരുടെ ദണ്ഡനത്തിന്റെ പുക, ദണ്ഡനം എന്ന് പറഞ്ഞാൽ ടോർമെന്റ്, അവരുടെ ആ ദണ്ഡനം, പണിഷ്മെന്റ്, ആ ശിക്ഷയുടെ പുക എന്നേക്കും പൊങ്ങും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതായിട്ട് ദൈവത്തിന്റെ കർത്താവിന്റെ വചനമാണ് പറയുന്നത്. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. എന്നാൽ ഇങ്ങനെ മൃഗത്തിന് മുദ്ര കേൾക്കുന്നവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. അവര് രാവും പകലും ഈ പുക പുക കത്തിക്കൊണ്ടേയിരിക്കുന്ന നിത്യതയോളം, യുഗാന്തരങ്ങളോളം കത്തിവമിക്കുന്ന ഒരു ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ശിക്ഷാവിധി ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അതിനുശേഷം ആ തീപ്പൊയ്കയിലേക്ക്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്തവരെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം എന്താ ഉള്ളത്? പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതായത് പുതിയ സ്വർഗവും പുതിയ ഭൂമി. ഇപ്പോൾ ഉള്ള ഭൂമിയല്ല. ഇപ്പോൾ ഉള്ള ഭൂമിയിൽ 2/3 എന്താ ഉള്ളത്? 2/3 എന്താ ഉള്ളത്? സീയാ ഉള്ളത്, അല്ലെ? സമുദ്രം ഉള്ളത്. എന്നാൽ അന്ന് സമുദ്രം ഇല്ലാത്തതായിട്ടുള്ള ഒരു ഭൂമിയായിരിക്കും പുതിയ ഭൂമി എന്ന് നമ്മൾ വെളിപാട് 21 1 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. അതിനുശേഷമുള്ള കർത്താവ് എല്ലാം പുതുതാക്കും. കർത്താവ് നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എല്ലാം പുതുതാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടു. ഈ പുതിയ ആകാശം പുതിയ ഭൂമി ആരവകാശമാക്കും, ആരവകാശമാക്കത്തില്ല എന്നുള്ള കാര്യമൊക്കെ അതിന്റെ 7-8 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞാടിന്റെ കല്യാണമായി. കുഞ്ഞാടിന്റെ കല്യാണത്തിലെ കാന്തതി ഒരുങ്ങി, കാന്ത ഒരുങ്ങി മനോഹരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ പാട്ടുകളിലൊക്കെ പാടുന്നുണ്ടല്ലോ. അതാ, കുഞ്ഞാടിന്റെ കല്യാണം വന്നിത, കാന്താലങ്കൃത മനോഹരി. അതെ, അതാ നമ്മള് വെളിപാട് 21:10 ദൈവ തേജസ്സുള്ളവളായിട്ട് അതിന്റെ ആ ജ്യോതിസ്, രത്നത്തിന് തുല്യമായിട്ടുള്ള സ്ഫടിക സ്വച്ഛതയുള്ള, അതിന്റെ 11 വാക്യം ഞാൻ വായിക്കുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ജാസ്പർ, അതുപോലെയൊക്കെയുള്ള ജ്യോതിസ്. അതെങ്ങനെയാ ലഭിച്ചത്? അത് അതിപരിശുദ്ധ സ്ഥലത്ത് അവളുടെ ജഡമാകുന്ന തിരശ്ശീലയെ ചീന്തുവാനായിട്ട് അവളെ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അവളെ നിറഞ്ഞ് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ്സുള്ളവളായിട്ട് തേജസ് വർദ്ധിച്ചുകൊണ്ടേ വന്നു. അങ്ങനെ അവളെ ഒരു ദിവസം വെളിപ്പെടും. അങ്ങനെ ആ ക്രൂശിന്റെ വഴിയെ പോകുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വന്തം ഇഷ്ടം, സ്വയജീവൻ, കർത്താവേ എനിക്ക് എൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഇതിൻ്റെതായിട്ടുള്ള ഒരു അജണ്ടയോ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായിട്ട് ഹോമിക്കുന്നവർ, യാഗം കഴിക്കുന്നവർ, അവരാണ് ബാക്കി ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിട്ടോ കർത്താവിന് വേണ്ടി പറയുന്നതായിട്ടോ വലിയ ഭക്തിയുടെ വേഷവും ഭാവവും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ അകമയുള്ള ശക്തി, ഭക്തിയുടെ വേഷമുള്ളവരല്ല, ശക്തിയുള്ളവർ, ഭക്തിയുടെ വേഷം ധരിച്ച ശക്തിയെ ത്യജിക്കുന്നവരെ ഒഴിഞ്ഞു നിൽക്കുമെന്ന് 2 തിമോത്തിയോസ് 3:5 നമ്മൾ വായിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 3:5. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ ഭക്തിയുടെ വേഷം ആയിട്ട് പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും ഒക്കെ ഭക്തിയുടെ വേഷമായിട്ട് അങ്ങ് ഇരിക്കാം. എന്നാൽ അതിന്റെ ശക്തി, അതിന്റെ അകക്കാമ്പ് കുറച്ചേ ഉള്ളായിരിക്കും. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് ചെല്ലുന്നവരെന്താ? അവർക്ക് ഭക്തിയുടെ വേഷമല്ല, അവര് രഹസ്യത്തിലുള്ള പിതാവിന്റെ മുമ്പാകെ ജീവിക്കുന്നവരാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ, അത് മറ്റുള്ളവരറിയാതെ വേറെ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. വേറെ ആരുടെയും മനുഷ്യമാനം, വേറെ ഒരാളുടെയും മാനം തേടിക്കൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വെൻ യു ഗിവ്, വെൻ യു ഫാസ്റ്റ്, വെൻ യു പ്രേ,
എന്ന കർത്താവ് ഇവിടെ മത്തായി 6-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിനൊത്ത് നടുക്ക് കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെ രഹസ്യത്തിലുള്ള പിതാവിന് മുമ്പാകെ ജീവിക്കുന്ന ദൈവതേജസ്സുള്ളവളായിട്ട് അവള് അത് വെളിപ്പെടുന്നു, അത് മാനിഫെസ്റ്റഡ് ആവുന്നു. അവളുടെ രഹസ്യത്തിലെ കർത്താവിന് മുമ്പാകെ ജീവിച്ചെന്ന് ഇന്നിപ്പോൾ അത് പരസ്യമായിട്ട് അവൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ അവളിൽ നിന്നുള്ള ആ ഒരു ക്രിസ്തുവിന്റെ കാന്തയിൽ നിന്നുള്ള സൗരഭ്യവാസന, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന മറ്റുള്ള അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. എന്ന് ഇന്നത് അതിന്റെ പൂർണ്ണ തേജസ്സോടെ വെളിപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് അത് ആ ഒരു മണവാട്ടിയോട് കാന്തയെ ഉപമിച്ചിട്ട് പെട്ടെന്ന് ദൈവാത്മാവ് അതൊരു നഗരത്തോട്, ഒരു ഹോളി സിറ്റി, എരുസലേം, പുത്തൻ എരുസലേം എന്ന ഒരു വിശുദ്ധ നഗരത്തോട്, ഹോളി സിറ്റിയോട് ഉപമിക്കുന്നതാണ് കാണുന്നത്. ഒരു സ്ത്രീ ഒരു കാന്തയോട്, ഒരു മണവാട്ടിയോട് ഉപമിച്ചിട്ട് പെട്ടെന്ന് അതിന് 12-ാമത്തെ വാക്യത്തിൽ അതിന് പൊക്കമുള്ള വൻമതിലും ആ നഗരത്തിന് പൊക്കമുള്ള വൻമതില്, അത് കർത്താവ് തന്നെയാണ്. നമ്മുടെ മതില് അഗ്നിമതിലാണ്, തീ മതിലാണെന്നൊക്കെ നമ്മൾ എവിടെ വായിച്ചേ? സെഖര്യാവ് 2:5 നമ്മൾ വായിച്ചു. ഐ വിൽ ബി എ വാൾ ഓഫ് ഫയർ അറൗണ്ട് യു ആൻഡ് ഐ വിൽ ബി ദ ഗ്ലോറി amongst in your midst. ഞാൻ തന്നെ നിങ്ങൾക്കൊരു തീ മതിലായിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ മധ്യത്തിലുള്ള മഹത്വം എന്നൊക്കെ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം സെഖറിയ 2:5 നമ്മൾ വായിച്ചായിരുന്നു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് യേശു ഒരു മതിലായിട്ടായി തീരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? കർത്താവിൻ്റെ അഗ്നി നമ്മളെ നമുക്ക് ചുറ്റുമുണ്ടോ? അതായത് നാം ജീവന്റെ വൃക്ഷത്തെ ഭുജിക്കുന്നവരാണെങ്കിൽ, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തന്നെ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചുറ്റും എന്തുണ്ടായിരിക്കും? അഗ്നിമതിലുണ്ടായിരിക്കും. അതാ ജീവന്റെ വൃക്ഷത്തെ കാപ്പാനായിട്ട് എന്തുണ്ടെന്നാ കെരൂബുകള് ചുറ്റുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് നമ്മളതാ വായിക്കുന്നത്. നമ്മുടെ അടുത്ത് എപ്പോഴും വായിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:3 തിരിയുന്ന ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 3:24 3:24 എല്ലാ ദിശയിലേക്കും തിരിയുന്ന വാള്. അതാ ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. വെളിപാട് 3 ലാസ്റ്റ് വേഴ്സ്, അവസാനത്തെ വാക്യം എന്താ പറയുന്നത്? ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി, ആ ക്രൂസിന്റെ വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബിം എന്ന ഇംഗ്ലീഷിലെ പ്ലൂറലായിട്ട് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അവിടെ രണ്ട് കെരൂബുകള് അതിവിശുദ്ധ സ്ഥലത്തിലേക്കുള്ള അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തിരിക്കുന്ന ആ തിരശ്ശീലയുടെ പുറത്ത് 2 കെരൂബുകളുടെ ചിത്രം ആലേഖനം ചെയ്യണമെന്നൊക്കെ നമ്മൾ പുറപ്പാട് 26-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതാ കെരൂബുകൾ, 2 കെരൂബുകൾ വാളിന്റെ ജ്വാലയായിട്ട് നിൽക്കുക. അപ്പൊ ആ കെരൂബുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിച്ച് ടേൺഡ് എവറി ഡയറക്ഷൻ, എല്ലാ ദിശത്തേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയാണ്. അപ്പൊ എല്ലാ ദിവസത്തേക്കും വാളിന്റെ ജ്വാല ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഒരു അഗ്നി മതിലായി തീർന്നു. ആ കർത്താവ് തന്നെയാണ് ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ആ വാള് കർത്താവിന്റെ വചനമാകുന്ന വാളാണ്. കർത്താവ് തന്നെയാണ് ആ വചനം. കർത്താവ് തന്നെയാണ് അഗ്നിമതില്, വാളും അഗ്നിയുള്ള പരിശുദ്ധാത്മാവും വചനമാകുന്ന കർത്താവ് തന്നെയാണ് അഗ്നിമതില്. കർത്താവ് തന്നെയാണ് ആ വഴി. ഞാൻ തന്നെയാണ് വഴി. കർത്താവ് തന്നെയാണ് ജീവന്റെ വൃക്ഷം. എന്ന് വെച്ചാൽ ആടിന്റെ ഇടയനും കർത്താവ്, വാതിലും കർത്താവ് എന്നൊക്കെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആ ഒരു അലങ്കാരിക ഭാഷയിൽ അതിൻ്റെ ആത്മീയാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുമോ ചില പ്രയോഗങ്ങളിലൂടെ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനായിട്ട്. കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് കർത്താവ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടപ്രകാരം എന്നെ തന്നെ സമർപ്പിച്ച്, അതാ ക്രൂസിന്റെ വഴിയിലൂടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാനായിട്ട് നമ്മെ തന്നെ നമ്മൾ സമർപ്പിച്ച് കർത്താവിനോട് ഒന്നായിട്ട് നാം ജീവിക്കുവാണെങ്കിൽ നമുക്ക് ചുറ്റും കർത്താവ് ഒരു അഗ്നിമതിലായിട്ട് ഉണ്ട്. നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. നമ്മളുടെ കുടുംബത്തെയും നാം ആ വഴിയിൽ, ക്രൂസിന്റെ വഴിയിൽ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല ദൈവത്തിന്റെ വചനത്തിന്റെ വഴിയിലേക്ക് നമ്മളുടെ കുടുംബത്തെയും നയിക്കുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ചുറ്റും ആ അഗ്നിമതിലായിട്ട് കർത്താവുണ്ട്. നമ്മളുടെ സഭയെയും അതുപോലെ ആ ഒരു ക്രൂസിന്റെ വഴിയിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു വഴിയല്ല, മറിച്ച് കർത്താവിന്റെ വചനപ്രകാരമുള്ള ഒരു സഭയായിട്ട് കർത്താവ് പണിതെടുക്കുവാനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ കർത്താവ് നമ്മുടെ സഭയ്ക്ക് ചുറ്റും ഒരു അഗ്നിമതിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടങ്ങളാണ് അങ്ങനെ അഗ്നിമതിലുള്ള വലിയൊരു വൻമതിലുള്ള അതാണ് യഥാർത്ഥത്തിലുള്ള കർത്താവ് പണിയുന്ന സഭ. അങ്ങനെയുള്ള സഭ പാതാള ഗോപുരങ്ങളെയും ജയിക്കും. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനോ പിടിച്ചു നിൽക്കാനോ സാധിക്കാത്ത തരത്തിലുള്ള കർത്താവ് പണിയുന്ന സഭ എന്നൊക്കെ മത്തായി 16-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിലൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ്സ് ഓഫ് ഹേഡിസ് will not overpower it, will not be able to prevail against it. സ്വർഗത്തിൽ നരകത്തിന്റെ, പാതാളത്തിന്റെ വാതിലുകൾ, പാതാളത്തിന്റെ ഗോപുരമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കും.
എന്നാ ആ, യഥാർത്ഥത്തിലുള്ള കർത്താവ് പണിയുന്ന ഒരു സഭ പാതാളത്തിന്റെ ഗോപുരങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. പാതാള ഗോപുരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പാതാള ഗോപുരം ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് പാതാള ഗോപുരങ്ങള്, അതായത് ജഡവും ജഡികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് പല സഭകളെന്ന് പറയുന്ന കാര്യങ്ങളെ അറ്റാക്ക് ചെയ്ത് ഓവർ പവർ ചെയ്യുന്നു. ചില പല വഴക്കും പ്രശ്നങ്ങളും അസമാധാനങ്ങളും അസ്വാരസ്യങ്ങളും ആം, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും പാരവെപ്പും കുശുമ്പും കുന്നായ്മയും അസൂയയും പരദൂഷണവും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഇന്ന് സഭകളെന്ന് പറയുന്ന പലയിടങ്ങളിലൊക്കെ അങ്ങ് ഓവർ പവർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അത് കർത്താവ് പണിയുന്ന സഭയല്ലെന്ന് മനസ്സിലാവും. കർത്താവ് പറയുന്ന പണിയുന്ന സഭയിൽ എന്തില്ല, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് കർത്താവ് പണിയുന്ന സഭ പാതാള ഗോപുരങ്ങളെ ആക്രമിക്കും. അപ്പം പാതാള ഗോപുരങ്ങൾക്ക് ആ സഭയുടെ ശക്തിയെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. പാതാള ഗോപുരങ്ങളുടെ ശക്തിയെ അത് പിടിച്ചു കെട്ടി അനേകരെ തീയിൽ നിന്ന് വലിച്ചു കയറ്റി രക്ഷിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ സഭയുടെ ശക്തിയൊക്കെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അത് മത്തായി 16:18 പറയുന്ന ഇങ്ങനെ നമുക്ക് ആ റെഫറൻസിങ് എഴുതി വെച്ചുകൊണ്ട് നമുക്കിവിടെ തിരിച്ച് വെളിപാട് 21:12 വാക്യം, പൊക്കമുള്ള വൻമതിലുണ്ട്, 12 ഗോപുരം. ഈ വൻമതിലിൽ 12 ഗേറ്റ്സ് ഉണ്ട്. ഗോപുരം എന്ന് പറയുമ്പോൾ ആ വലിയ ഗേറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ആ ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുണ്ട്. 12 ദൂതന്മാരെന്ന് പറയുമ്പോൾ അത് 12 മാലാഖമാരായിരിക്കാം, ഒരുപക്ഷെ 12 ദൈവദാസന്മാരായിരിക്കാം. ദൂതന്മാർ എന്നുള്ള ആങ്കലാസ് എന്നുള്ള വാക്കിന് യുനോ ദൈവദൂതനെ, മാലാഖമാരെ കുറിക്കുന്ന ദൈവദൂതനെ കുറിക്കുന്ന വാക്കായിട്ടും, പിന്നെ ദൈവത്തിന്റെ ഭൃത്തിനെ, ദൈവദാസനെ, മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം 12 ദൂതന്മാർ എന്ന് പറയുമ്പോൾ 12 ദൈവദൂതന്മാരായിരിക്കും, ദൈവമാലാഖമാരായിരിക്കാം, അല്ലെങ്കിൽ ദൈവദാസന്മാരായിരിക്കും. എന്തായാലും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കുത്തിയിട്ടുമുണ്ട്. ഈ ഗോപുരങ്ങളിൽ എന്തുണ്ട്? ഇസ്രായേൽ മക്കളുടെ എത്ര ഗോത്രങ്ങളാണ് ഉള്ളത്? 12 ഗോത്രങ്ങൾ. യാക്കോബിന് 12 മക്കള് എന്നുള്ള കാര്യങ്ങളും 12 ഗോത്രങ്ങളും നമ്മൾ ഈവൻ വെളിപാട് 7-ാം അധ്യായത്തിലൊക്കെ ആ 12 ഗോത്രങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. 12 ഗോത്രങ്ങൾ നമ്മൾ കണ്ടപ്പം അവിടെയുള്ള ദാൻ ഗോത്രവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും അങ്ങനെയുള്ള ചില പ്രത്യേകത. അതിന് പകരം ആ ഒരു മനസ്സേ, നഫ്താലി എന്നുള്ള ഗോത്രത്തിന്റെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളെ ദൈവം സീൽ ചെയ്യുന്നു. 12 ഗോത്രത്തിൽപ്പെട്ട 12,000 പേരെ മുദ്രയിടുമ്പോൾ അവിടെ 2 ഗോത്രങ്ങളുടെ പേര് മിസ്സിങ് ആ. ഏതൊക്കെ ഗോത്രങ്ങളുടെ പേരായിരുന്നു? ദാൻ, എഫ്രായിം ഗോത്രങ്ങളുടെ പേര് മിസ്സിങ് എന്നുള്ളൊരു കാര്യം. അത് ഒരുപക്ഷെ ആ ഒരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള അവരുടെ വിഗ്രഹാരാധനയിലേക്ക് അവർ പോയതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഗോത്രങ്ങളുടെ പേര് മിസ്സിങ് ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. എന്നാൽ യുനോ എന്നാൽ അവിടെ 12 ഗോത്രങ്ങൾ നമ്മൾ മനസ്സയും, എഫ്രായിം ഇല്ല എന്നാൽ മനസ്സയുണ്ട് എന്നുള്ള കാര്യങ്ങളും, അത് എല്ലാം എണ്ണി വരുമ്പോൾ 12 ഗോത്രങ്ങളുള്ള എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ 12 ഗോത്രങ്ങളുടെ പേരും ഈ ഗോപുരങ്ങളിൽ, ഗേറ്റ്സിലുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് 12 ഗോത്രങ്ങളുടെ പേരും ഈ പുത്തൻ യെരൂശലേമാകുന്ന മണവാട്ടിയാകുന്ന ഈ പുത്തൻ യെരൂശലേമിന്റെ ഗോപുരങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേരുണ്ടെന്ന് പറയുമ്പോൾ 12 ഗോത്രങ്ങളിൽ പെട്ടവരും ഉണ്ട്. അതായത് പഴയ നിയമ വിശുദ്ധന്മാരും ഈ സഭയുടെ, കാന്തയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. പഴയ നിയമത്തിലും അവർക്ക് കിട്ടിയ വെളിച്ചത്തിനൊത്തവണ്ണം കർത്താവിനോട് പരിപൂർണമായിട്ട് വിശ്വസ്തരായിരുന്നവർ ഈ കാന്തയുടെ ഭാഗമായിട്ട് ആയിത്തീരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. നമ്മൾ മത്തായി 11:11 സ്വർഗരാജ്യത്തില് ഏറ്റവും ചെറിയവനും പഴയ നിയമത്തിലെ ഏറ്റവും വലിയവനായ യോഹന്നാൻ സ്നാപകനിലും വലിയവനാണ് എന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ വെച്ച് ഓഫ്കോഴ്സ് യേശു കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ്. എന്നാൽ കർത്താവിനെ മാറ്റി നിർത്തിയ സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ വെച്ചെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആൾക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. വെച്ചാൽ പുതിയ നിയമത്തിലെ ആൾക്കാർ നമ്മുടെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ മാത്രമല്ല, ആത്മാവിനാൽ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരും കൂടെ. അപ്പം പഴയ നിയമത്തിലെ ആൾക്കാരെ കർത്താവ് എല്ലാം കൂടെ പറയുവാണ്. മത്തായി 11-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക്
പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വാക്യം. പക്ഷെ നമ്മൾ സാങ്ക്വറിന് വളരെ സിമ്പിളായിട്ട് ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ, ഞാൻ ഈ പഴയ നിയമത്തിന്റെയും പഴയ നിയമ ഭൃത്യന്മാരുടെ കാര്യം പറയുമ്പം ഈ ഒരു വാക്യം നമ്മൾ മനസ്സിലാക്കുന്ന, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മത്തായി 11:11 ഓർക്കാൻ എളുപ്പ റെഫറൻസ്. 11:11. മത്തായി 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഉള്ളവരെ എന്നൊക്കെയുള്ള ആ വാക്യം അതിന്റെ 28ാമത്തെ വാക്യം. അപ്പൊ അതേ അധ്യായത്തിൽ തന്നെ അതിന്റെ 11ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തില് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവര് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അതുവരെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ കർത്താവ് പറയുമ്പോൾ സ്വർഗരാജ്യത്തിൽ ജനിക്കുന്നവരൊക്കെ പിന്നീട് വരുന്നതേ ഉള്ളൂ. സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവമൊക്കെ അങ്ങ് പെന്തക്കോസ്ത് നാട്ടിൽ വരുന്നതേ ഉള്ളൂ. അപ്പൊ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനും ആരും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യഥാർത്ഥത്തില് പുതിയ നിയമത്തിന്റെ പുതിയ ന്യൂ കവനന്റിലേക്ക്, പുതിയ ഉടമ്പടി അനുഭവിക്കുന്ന, സ്വർഗരാജ്യം അനുഭവിക്കുന്ന, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇങ്ങനെ ഭക്ഷണവും പാനീയവും അല്ല, പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ് എന്നുള്ളൊരു കാര്യം. റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആണെന്ന് എവിടെ പറയുന്നത്? റോമൻസ് 14:17 പറയുന്നുണ്ട് അല്ലേ? റോമർ 14:17 പറയുന്നുണ്ട്. സ്വർഗരാജ്യം, മലയാളം പരിഭാഷയിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്നാൽ അതിന്റെ കറക്റ്റ് പരിഭാഷ എങ്ങനെയുണ്ട്? പരിശുദ്ധാത്മാവിലുള്ള നീതിയും സന്തോഷവും, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും, നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എന്ന മലയാളം പരിഭാഷയിൽ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നീതിയും സമാധാനം വേറെ എന്തിലും ഉള്ളതല്ല, എല്ലാം പരിശുദ്ധാത്മാവിലുള്ള നീതിയും സന്തോഷവും, സമാധാനം, നീതിയും സമാധാനവും, റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ്, നീതിയും സമാധാനവും സന്തോഷവും, അതാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ. വേറെ വിധത്തിൽ പറയാം, കർത്താവ് രാജാവായിരിക്കുന്നിടമാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായിരിക്കുന്നിടമാണ് ദൈവരാജ്യം. ദൈവം നമ്മുടെ ജീവിതത്തിൽ, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കുന്ന അവസ്ഥ, അതാണ് സ്വർഗരാജ്യം. അങ്ങനെ സ്വർഗരാജ്യം, അതായത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രാജാവായിരിക്കുമ്പോൾ അങ്ങനെ രാജാവായിരിക്കുന്ന ആ സ്വർഗരാജ്യം അനുഭവിക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച ഏറ്റവും ചെറിയൊരു ദൈവപൈതലും. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമക്കള് എന്ന് പറയുമ്പം എന്താ, എത്ര പേര് പുതിയ ഉടമ്പടി അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം, നമുക്ക് സ്വർഗരാജ്യം അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചോദിച്ചെന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം അനുഭവിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ, നുറുക്കത്തോടെ, ആവശ്യബോധത്തോടെ സ്വർഗരാജ്യം കർത്താവിനെ രാജാവായിട്ട് അനുഭവിക്കുന്നവര്, അവര് പഴയ നിയമത്തിലെ ഭക്തന്മാരിൽ ഏറ്റവും ഉയർന്നവനായിട്ട്, ഏറ്റവും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആരാ? ഓൾഡ് കവനന്റില് ഏലിയാവും മോശയൊന്നുമല്ല, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണെന്ന് കർത്താവിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ഫസ്റ്റ് റാങ്ക് ഗോസ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഓൾഡ് കവനന്റിൽ. എന്നാൽ ഈ അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് ജോൺ ദ ബാപ്റ്റിസ്റ്റിന് ഉയരാനൊക്കുന്ന ഒരു ആത്മീയ നിലവാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെക്കാട്ടിലും വലിയ നിലവാരത്തിലേക്ക് പുതിയ ഉടമ്പടിയിലെ പരിശുദ്ധാത്മാവിന്റെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്, അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേലും വരുന്നൊരു അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന തലത്തിലേക്ക് ആ സമയത്ത് പരിശുദ്ധാത്മ നൽകപ്പെട്ടിരുന്നില്ല. കർത്താവ് തിരസ്കരിക്കപ്പെടാത്തതുകൊണ്ടെന്നൊക്കെ യോഹന്നാൻ 7:39 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യോഹന്നാൻ 7:37-38 ഒക്കെ വരെ പറഞ്ഞു. 39 എന്ന് പറയാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ആ വാക്യം അറിയാം. കർത്താവ് തേജസ്കരിക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് ജീവജലത്തിന്റെ നദികൾ കർത്താവ് പറയുന്ന ആ സമയത്ത്, കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ജീവജലത്തിന്റെ നദികൾ ഉള്ളിൽ നിന്ന് ഒഴുകത്തക്ക വണ്ണമുള്ള ഒരു തരത്തിൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടിട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഉള്ളത്തിലേക്ക് വന്നത് പെന്തക്കോസ്ത് നാളിന് ശേഷം കർത്താവ് മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് അതിപരിശുദ്ധ സ്ഥലമായിട്ട് സ്വർഗസിംഹാസനത്തിലേക്ക് പോയി ഇട്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോഴാണ് ആ ഒരു ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിച്ച് നമുക്ക് സ്വർഗത്തെങ്കിലേക്കുള്ള ഒരു ആക്സസ്, ഒരു പ്രവേശനം ലഭിച്ചു. വേറെടുത്ത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രവേശനം ലഭിച്ചു. പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ആ ഒരു പെന്തക്കോസ്ത് നാളിന് ശേഷം. അപ്പൊ അങ്ങനെ സ്വർഗരാജ്യം, പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് നാം സ്വർഗരാജ്യം, കർത്താവിന്റെ രാജ്യത്ത് അനുഭവിക്കുമ്പോൾ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിട്ടുള്ള യോഹന്നാൻ സ്നാപകനെക്കാട്ടിലും ആത്മീയ ഉയരത്തിലേക്ക് ഈ പുതിയ ഉടമ്പടിയിലെ ഏറ്റവും ചെറിയ ഭക്തനും
വരാൻ പറ്റും എന്നുള്ള വലിയൊരു പൊട്ടൻഷ്യൽ, വലിയൊരു സാധ്യതയാണ് കർത്താവ് അവിടെ വിരൽ ചൂണ്ടുന്നത്. അപ്പം എന്നാ അതുകൊണ്ടാണ് മോശയ്ക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റിയില്ല. മോശ ഏറ്റവും വലിയ സൗമ്യനായ വ്യക്തിയായിരുന്നു അന്ന്. സംഖ്യാപുസ്തകം 12:3 നമ്മളത് വായിക്കുന്നുണ്ട്. നമ്പേഴ്സ് 12:3 ഹി വാസ് ദ മീക്കസ്റ്റ് ഹംബ്ലസ്റ്റ് എന്നൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ പോലും മോശയ്ക്ക് എന്തിനു പറഞ്ഞേ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പം പാറ അടിച്ച കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം മോശയ്ക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഏലിയാവ് വലിയ ധൈര്യവും ധീരതയുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ യെസബേല് ഭീഷണി മുഴക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ചൂരച്ചെടിയുടെ കീഴിൽ പോയി വിളിച്ചിരുന്ന് അയ്യോ എന്നെ അങ്ങ് എടുത്തോണ്ട് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തോളാം എന്ന് പറയത്തക്കവണ്ണം ഉള്ള ഒരു ഡിപ്രഷനിലേക്ക്, ഒരു ഡിസ്കറേജ്മെന്റിലേക്ക്, ഒരു നിരാശയിലേക്ക് ഏലിയാവൊക്കെ പതിച്ചു. യുനോ ദാവീദിന്റെ വീഴ്ചയും അതുപോലെയൊക്കെയുള്ള പഴയ നിയമഭൃത്യന്മാരുടെ വീഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ പുതിയ ഉടമ്പടിയിൽ അന്ന് അവർക്കൊരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയിൽ നമുക്ക് അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. മറിച്ച് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഒരു സാധ്യതയാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത്. എങ്കിൽ പോലും പഴയ നിയമത്തിൽ അവർക്ക് പരിശുദ്ധാത്മനെ ആ നിലയിലുള്ളൊരു പകർച്ചയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് അന്ന് എത്താൻ പറ്റുമായിരുന്നുള്ളൂ പഴയ ഉടമ്പടിയിൽ. പുതിയ ഉടമ്പടിയുടെ ആത്മാവോടെ അവർ ജീവിച്ച പല ദൈവഭക്തന്മാരും ഉണ്ട്. എങ്കിൽ പോലും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വാസം അവരുടെ ഉള്ളത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് അവർക്ക് ഉള്ള ഒരു ജീവിത നിലവാരം ആ ഒരു തരത്തിലുള്ള തലത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവർക്കുള്ള വെളിച്ചത്തിന് അവരുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ചായിരിക്കും ദൈവം അവസാന നാളിൽ മാർക്കിടുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല, പക്ഷഭേദമില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യങ്ങളൊക്കെ ഗലാത്യർ 2:6, അപ്പോസ്തലപ്രവൃത്തികൾ 10:35, റോമർ 2:11 ഒക്കെ നമ്മൾ വായിച്ച് അതൊക്കെ പറഞ്ഞ് കർത്താവിന് മുഖപക്ഷമൊന്നുമില്ല, ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇവിടെ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ ഇവിടെ എത്തി വെളിപാട് 21:12 കണ്ടേ. അതിനുശേഷം 13-ാമത്തെ വാക്യത്തിൽ കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. ഏത് ദിശയിലുള്ളവരാണ് നമ്മൾ, വടക്കരാണെങ്കിലും കിഴക്കനാണെങ്കിലും പടിഞ്ഞാറ് ഏത് പാശ്ചാത്യ രാജ്യത്തിൽ നിന്നാണോ പൗരസ്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈസ്റ്റേൺ കൺട്രി. പാശ്ചാത്യ രാജ്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രി. ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈക്വൽ പ്രവേശനമുണ്ട്. ഓരോ ദിശയിലും 3 ഗോപുരങ്ങളുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 14-ാമത്തെ വാക്യം, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനം. അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട്. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവാണെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 3:11 നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. എന്നാൽ സഭയുടെ അടിസ്ഥാനം, സഭയുടെ മൂലക്കല്ല് കർത്താവും സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും എന്ന് നമ്മൾ എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ നമ്മളത് വായിച്ചു. അപ്പം ഇവിടെ സഭയാകുന്ന കാന്തയുടെ അടിസ്ഥാനങ്ങളായിട്ട് കർത്താവ് മൂലക്കല്ലായിട്ടുണ്ട്. കർത്താവാണ് നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ സഭയാകുന്ന നഗരത്തിന്റെ മൂലക്കല്ലായിട്ട് കർത്താവും അടിസ്ഥാനങ്ങളായിട്ട് ഈ 12 അടിസ്ഥാനങ്ങളായിട്ട് ഈ 12 അപ്പോസ്തലന്മാർ പറയുമ്പോൾ യൂദാസ് മാറിയിട്ട് പകരം മത്തിയാസിനെ അവര് മാനുഷികമായിട്ട് നറുക്കൊക്കെ ഇട്ട് തിരഞ്ഞെടുക്കാൻ നോക്കിയെങ്കിലും കർത്താവ് മത്തിയാസിനെ അറ്റസ്റ്റ് ചെയ്തതായിട്ട്, സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ പിന്നെ അപ്പോസ്തലപ്രവൃത്തികളിലോ പിന്നീടുള്ള ലേഖനങ്ങളിലോ ഒന്നും കാണുന്നില്ല. കർത്താവ് വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തത് ആരെയാ? പൗലോസ് അപ്പോസ്തലനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലനെ കൂടെ ചേർന്ന് 11, 1, 12 ആ അപ്പോസ്തലന്മാർ അവിടെ അതിൽ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് തോമസ് ഉൾപ്പെടെ AD 52 കേരളത്തിലൊക്കെ വന്ന് പിന്നീട് രക്തസാക്ഷിയായിട്ട് ചെന്നൈയിലൊക്കെ മരിച്ച സെന്റ് തോമസ് സ്ലീഹ അല്ലെങ്കിൽ തോമസ് അപ്പോസ്തലനൊക്കെ ഉൾപ്പെടെയുള്ള ആ 12 അപ്പോസ്തലന്മാർ ഈ സഭയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. ആ മതിലിന്റെ അടിസ്ഥാനമായിട്ട് കാണുന്നുണ്ട്. ആ മതിലിന്റെ അടിസ്ഥാനത്തിന്മേലാണ് പിന്നീട് ഇന്ന് നമ്മൾ വേർപാടിന്റെ വചനം, ലോകത്തിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്ന് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ കൂട്ടുസഹോദരങ്ങളോടും നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഈ മതിലിന്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിന്റെ മേലാണ് നമ്മൾ ഇന്ന് മതില് പൊക്കി അങ്ങ് കെട്ടുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അതാ നഗരത്തിന് അതിന് 12 അടിസ്ഥാനം. 14-ാമത്തെ വാക്യം കണ്ടോ, വെളിപാട് 21:14, 12 അടിസ്ഥാനം, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 15-ാമത്തെ വാക്യം, 15, 16 വാക്യങ്ങൾ ഇപ്പം നമുക്ക് സാക്ബിനും ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിൽ നിന്ന് ജേക്കബ് ബ്രദർ ഇപ്പം വായിക്കുമല്ലോ. അപ്പോൾ അജ്ബേർ അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ അതിപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം
15, 15, 16. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. നീളവും വീതിയും ഉയരവും തുല്യമായ ത്രിമാന ആകൃതിയിലുള്ള ഒരു ക്യൂബ് ആണ് നഗരം. പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം 15 അടി ഉയരവും വീതിയും നീളവും ഉള്ള ഒരു ആയിരുന്നുവല്ലോ. ദേവാലയത്തിലും അതിവിശുദ്ധ സ്ഥലവും ഒരു ക്യൂബായിരുന്നു. യെരുശലേം നഗരത്തിൽ പ്രാകാരമോ വിശുദ്ധ സ്ഥലമോ ഇല്ല. മുഴുവനും അതിവിശുദ്ധ സ്ഥലമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയെ എന്തിനേക്കാളും ഏറെ വിലമതിച്ചവരാണ് മണവാട്ടിയിൽ ഉൾപ്പെട്ടതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തായിരുന്നല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലാണ് പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തുമുള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടുത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ നാം ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലാണ് പ്രാകാരത്തിലും അതിവിശുദ്ധ സ്ഥലത്തുമുള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ നാം മറിയത്തെ പോലെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയും അവിടുത്തെ വചനം ശ്രദ്ധിക്കുകയുമാണ്. യെരുശലേം ഒരു ക്യൂബാണെന്ന വസ്തുത മറ്റൊരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യെരുശലേമിൽ പങ്കാളിത്തമുള്ളവരുടെ ജീവിതത്തിൽ നീളത്തിനും വീതിക്കും തുല്യമായ ആഴവും ഉണ്ടായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആളുകൾ അവരുടെ ബാഹ്യ ജീവിതത്തിൽ കാണുന്ന അത്രയും ആഴം തന്നെ ദൈവം അവരുടെ ആന്തരിക ജീവിതത്തിലും കാണുന്നു. എന്നാൽ മിക്ക ക്രിസ്ത്യാനികളിലും ക്യൂബ് പോലെയല്ല, സമചതുരം പോലെയാണ്. ആളുകൾ കാണുന്ന അവരുടെ ബാഹ്യഭാഗം വളരെ വലുതാണ്, എന്നാൽ ആന്തരികമായി ഒട്ടും ആഴമില്ല. ആളുകളുടെ മുൻപാകെ അവർക്ക് ബഹുമാനം വർദ്ധിക്കും തോറും അവരുടെ സമചതുരം വലുതായി വരും. എന്നാൽ അന്ത്യന്യായവിധിയുടെ സമയത്ത് ദൈവം ഈ സമചതുരങ്ങളെ വശങ്ങളിലൂടെ നോക്കുമ്പോൾ അവയ്ക്ക് കടലാസിന്റെ കനം മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. അവർ ക്യൂബുകളല്ല, മറിച്ച് സമചതുരങ്ങൾ മാത്രമാണ്. അത്തരം ആളുകൾ ഒരിക്കലും യെരുശലേമിന്റെ ഭാഗമായിരിക്കുകയില്ല. ആളുകളുടെ മുൻപാകെയുള്ള മാനം കൊണ്ട് മാത്രം ജീവിക്കുന്നതിനെ നാം ഭയപ്പെടണം. ഒരു വലിയ സമചതുരം ആകുന്നതിനേക്കാൾ ഭേദം ഒരു ചെറിയ ക്യൂബ് ആകുന്നതാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര രസകരമായ എന്ന ആഴത്തിലുള്ള വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ദൈവവചനം നമ്മളിപ്പോൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തു. വെളിപാട് 21 അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ എന്താ നമ്മളവിടെ വായിച്ചേ? വെളിപാട് 21:15 എന്നോട് സംസാരിച്ചതിന്, ആരോട്? യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ചതിന് നഗരത്തെയും, അവിടെ ഒരു ദൂതനാ സംസാരിച്ചത് എന്നുള്ള കാര്യം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അതായത് 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ 7 ക്രോധ കലശങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഒഴിക്കുന്ന 7 ദൂതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 8-16 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അങ്ങനെ വൺ ഓഫ് ദ സെവൻ ഏഞ്ചൽസ്, അതിൽ ഒരു ദൂതനായിരുന്നു ഈ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുന്നത്. ആർക്ക്? യോഹന്നാൻ അപ്പോസ്തലന്. അപ്പോൾ ഈ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ച ആ ദൂതന്, അതാ നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ എന്നോട് സംസാരിച്ചതിന് നഗരത്തെയും, അതായത് യെരുശലേം പുത്തൻ നഗരത്തെയും കാന്തയെയും അതിൻ്റെ ഗോപുരങ്ങളെയും, അതിൻ്റെ 12 ഗോപുരങ്ങളെയും, 12 ഗോപുരങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. 12 ഗേറ്റ്സ്, അവിടെ 12 ദൂതന്മാരുണ്ടെന്നുള്ള കാര്യവും ഇസ്രായേൽ മക്കളുടെ പേരൊക്കെ അവിടെ കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലെ കാര്യമൊക്കെ നമ്മളിപ്പം വായിച്ചതേ ഉള്ളൂ. അപ്പം അങ്ങനെ നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും, മതിലാണ് നമ്മളിന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കേണ്ടത്, മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ളൊരു അളവുകോലുണ്ടായിരുന്നു.
വെള്ളി കൊണ്ടും വജ്രം കൊണ്ടും ഒന്നുമല്ല, പൊന്നുകൊണ്ട്. പൊന്ന് ദൈവവചനത്തിലുടനീളം പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിലെ പൊന്ന് എന്തിനെ കുറിക്കുന്നതാ? ഡിവൈൻ ഒറിജിൻ, ദൈവികമായ ഉത്ഭവത്തെ കുറിക്കുന്ന ഒരു കാര്യമായിട്ട് പൊന്നെന്ന് നമ്മൾ ആദ്യമോചന പുസ്തകത്തിൽ തന്നെ സാങ്കേതികമായി നമ്മൾ വായിച്ചിട്ടുണ്ട്. പൊൻനിലവിളക്ക് എന്നാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൊൻനിലവിളക്ക് എന്ന് പറയുമ്പോൾ നിലവിളക്ക് ആ 12 അല്ല, ആ 7 നിലവിളക്ക് 7 സഭയെ കുറിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എവിടെ വെളിപാട് 1-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. 7 ലാംപ് സ്റ്റാൻഡ്സ് 7 ചേർച്ചസ് ആണെന്നുള്ള കാര്യമൊക്കെ. അത് ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പൊൻനിലവിളക്ക്, ദൈവത്തിൽ നിന്ന് ഉരുവായ സഭകൾ. ഇന്ന് മനുഷ്യനെ ഒഴിവാക്കിയിട്ടുള്ള പല കോൺഗ്രിഗേഷൻസും ക്ലബ്ബുകളും പല കൂടിവരവുകളും ക്ലബ്ബുകളും ഒക്കെ യേശുവിൻ്റെ പേരിലുണ്ട്. എന്നാൽ യേശു സ്ഥാപിച്ച സഭ, യേശുവിൻ്റെ ഹിതപ്രകാരം യേശു കർത്താവ് കൂട്ടിയോജിപ്പിച്ച 2-3 പേരാണെങ്കിലും അത് അവര് ആത്മാവിൽ ഐകമത്യപ്പെട്ട് അവര് കർത്താവിനോടും പരസ്പരം ഐകമത്യപ്പെട്ട് അവരൊരു സഭയായിട്ട് പൊൻനിലവിളക്കായിട്ടിരുന്നു. പൊന്ന് അത് ഡിവൈൻ ഒറിജിൻ, അത് ദൈവികമായ ഉത്ഭവത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അത് പൊന്നുകൊണ്ടൊരു അളവുകോൽ നമ്മൾ മനുഷ്യരുടേതായ പല മാനുഷികമായ പല അളവുകോലൊക്കെ ഉണ്ട്. ഈ സഹോദരൻ നല്ല ആത്മീയ സഹോദരനാണ്, ഈ സഹോദരി വളരെ ആത്മീയമായുള്ള സഹോദരിയാണ്, അയ്യോ അത് എത്ര വളരെ സാക്രിഫിഷ്യലാണ്, വളരെ ത്യാഗാത്മകമായിട്ട് അത് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് മാനുഷികമായ പല അളവുകോലുകളും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ ദൈവികമായ വിവേചനം, ദൈവികമായ ഒരു അളവുകോല്, അതാ നമ്മൾ ജഡികമായിട്ട് വിധിക്കരുത്, നീതിയോടെ വിധിക്കണമെന്നൊക്കെ യോഹന്നാൻ 7:24 നമ്മൾ വായിക്കുന്നുണ്ട്. ഡു നോട്ട് ജഡ്ജ് അക്കോർഡിംഗ് ടു ഔട്ട്വേർഡ് അപ്പിയറൻസ്, നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കരുത്, ബട്ട് ജഡ്ജ് വിത്ത് റൈച്ചസ് ജഡ്ജ്മെന്റ്, നിങ്ങൾ നീതിയോടെ വിധിക്കുവിൻ എന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവ് അവിടെ യോഹന്നാൻ 7:24 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ. നമുക്ക് പൊന്നുകൊണ്ടുള്ള അളവുകോലെന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ അളവുകോല്, കർത്താവിൻ്റെ കയ്യിലുള്ള അളവുകോൽ എങ്ങനെയായിരുന്നു? യോഹന്നാൻ 7-ാം അധ്യായത്തിലെ ആ വാക്യം ഞാനിപ്പോൾ വായിച്ചേ, വിധിക്കരുത് എന്ന് പറയുന്ന മത്തായി 7:1 വാക്യം പലർക്കും അറിയാം. അതുകൊണ്ട് ബ്രദറെ ഇങ്ങനെ അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് ഒന്നും പറയില്ലേ, വിധിക്കരുതേ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെ മത്തായി 7 അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. ചില ദേവാലയത്തിൽ നിന്ന് എടുത്ത് ചാടിക്കോ, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും, 91-ാം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് എന്ന് പിശാച് പറഞ്ഞപ്പം നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പിശാചിനോട് പറഞ്ഞ കാര്യം മത്തായി 4-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലും മർക്കോസ് 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ വിധിക്കരുത് എന്ന് മത്തായി 7:1 പറഞ്ഞിരിക്കുന്ന കർത്താവ് എങ്ങനെ വിധിക്കരുത്, എങ്ങനെ വിധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം വിധിക്കരുത്, എങ്ങനെ വിധിക്കരുത്, എങ്ങനെ വിധിക്കണം, അങ്ങനെ വിധിച്ചില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അപ്പൊ എങ്ങനെ വിധിക്കരുത്, എങ്ങനെ വിധിക്കണം? യോഹന്നാൻ 7:24 കാഴ്ചപ്രകാരം വിധിക്കരുത്, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, അതുപ്രകാരം കർത്താവ് വിധിച്ചില്ല എന്നൊക്കെ യെശയ്യാവ് 11:3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹി ഡിഡ് നോട്ട് ജഡ്ജ് ബൈ വാട്ട് ഹിസ് ഐസ് സോ വാട്ട് ഹിസ് ഇയേഴ്സ് ഹേർഡ്. കർത്താവ് കണ്ടതുകൊണ്ട് അതങ്ങനെ കണ്ടു, ഇങ്ങനെ കേട്ടു, ആരോ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് ഒരു ഒപ്പീനിയൻ, ഒരു വിധി അങ്ങ് നടത്തിയില്ല. കർത്താവ് അങ്ങനെ ഒരു കാര്യങ്ങളെ അങ്ങ് തീർപ്പ് കൽപ്പിച്ചില്ല. മറിച്ച് കർത്താവ് ദൈവഭയത്തിൽ അവൻ ഡിലൈറ്റ് ചെയ്തു, അവൻ പ്രമോദിച്ചു, ആനന്ദിച്ചു എന്നൊക്കെ നമ്മളവിടെ യെശയ്യാവ് 11-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങളിൽ വായിക്കും. നമുക്ക് ആ വാക്യം എല്ലാത്തിലോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ റെഫറൻസ് അങ്ങ് പറയുക. നിങ്ങൾക്ക് പലർക്കും പരിചിതമായിട്ടുള്ള വാക്യം, അല്ലെങ്കിൽ അതൊന്നുകൂടെ എടുത്ത് നോക്കി അതിൻ്റെ റെഫറൻസ് എഴുതിയെടുക്കണം. യെശയ്യാവ് 11-ന്റെ 2-3 വാക്യങ്ങളിൽ 2-3-4 വാക്യങ്ങളിലൊക്കെ നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് എന്താ? കാഴ്ചപ്രകാരം അല്ല വിധിക്കുന്നേ, മറിച്ച് നീതിയുള്ള വിധി വിധിക്കുവിൻ, ജഡ്ജ് വിത്ത് റൈറ്റ്സസ് ജഡ്ജ്മെന്റ്. അപ്പൊ എങ്ങനെ നീതിയുള്ള വിധി വിധിക്കുന്ന കർത്താവിനെ ചോദിച്ചാൽ കർത്താവ് ഒരു അധ്യായം കൂടെ അങ്ങോട്ട് മറിക്കും. മോളെ, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കർത്താവ് എങ്ങനെയാ വിധിക്കാതിരുന്നത്, എങ്ങനെയാ വിധിച്ചത് എന്ന് പറയുന്ന വാക്യം യോഹന്നാൻ 7:24 കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കർത്താവ്. യോഹന്നാൻ 8-ാം അധ്യായത്തിന് 15-16 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, അതാ കാഴ്ചപ്രകാരം വിധിക്കുന്നത്, ജഡപ്രകാരം, യു ജഡ്ജ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. നമുക്ക് തോന്നുന്നു കണക്ക് നമ്മുടെ ഫ്ലഷ്, നമ്മുടെ സ്വയത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ആ സഹോദരനോട് ഞാൻ വേണ്ടത്തില്ല, ഈ സഹോദരി അത്ര അങ്ങ് പോരാ. അപ്പം അങ്ങനെ ഒരു ജഡപ്രകാരമുള്ളൊരു വിധി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം നമുക്കൊരു കുറ്റം വിധിക്കുന്ന അത്
അത് അത്ര അങ്ങ് പോരാ, ഓ നമ്മുടെ സ്റ്റാൻഡേർഡ് അത്ര അങ്ങ് അവരുടെ സ്റ്റാൻഡേർഡ് അത്ര അങ്ങ് പോരാ, നമ്മൾ വി ലുക്ക് ഡൗൺ അപ്പോൺ പീപ്പിൾ, നമ്മളെ മറ്റുള്ളവരെ കുറച്ച് കാണുന്നു, നമ്മളെന്തോ വലിയ പെഡസ്റ്റലിൽ നിൽക്കുന്നു, വലിയൊരു പീഠത്തെങ്കിൽ നിൽക്കുന്നു, മറ്റുള്ളവരൊക്കെ അങ്ങ് കുറഞ്ഞ ആൾക്കാർ നമ്മളിങ്ങനെ വി ലുക്ക് ഡൗൺ അപ്പോൺ ദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ അവരെന്തോ കുറഞ്ഞവരെന്ന വണ്ണം അവരെ കാണുന്നു. അപ്പൊ അതാ ജഡപ്രകാരമുള്ള വിധി, കാഴ്ചപ്രകാരമുള്ള ജഡപ്രകാരമുള്ള വിധി അതാ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പുച്ഛിച്ച് കാണുന്നത് ഒരു ജഡപ്രകാരമുള്ള വിധി ഉള്ളത് കൊണ്ട് നമുക്ക് ചിലരോടൊരു പുച്ഛം, ചിലർ അത് ജാതി മത വർഗ വർണ്ണ ഏതെങ്കിലുമൊക്കെയുള്ള ഇതുകൊണ്ടായിരിക്കും, ഓ അവരങ്ങനെ ഇവരിങ്ങനെ, അവരല്ല ഇതിലും അങ്ങനെ, ഇവരിങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ചില വിധികൾ. അപ്പം അതുകൊണ്ട് ചിലരോട് നമുക്കൊരു പുച്ഛം, സാമ്പത്തികമായിട്ട് കുറഞ്ഞിട്ടുള്ളവരോ, അവർക്ക് വിദ്യാഭ്യാസം അത്രയില്ല, അവർക്ക് ആരോഗ്യം അത്രയില്ല, അവർക്ക് സാമൂഹ്യസ്ഥിതി അത്രയില്ല, അവർക്ക് അത്ര വലിയ സ്വാധീനമോ കാര്യങ്ങളൊന്നും ഇല്ല, അപ്പം അവരോടൊരു പുച്ഛം. അപ്പം അത് ജഡപ്രകാരമുള്ളൊരു വിധിയാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ പുച്ഛവും അല്ലെങ്കിൽ ഒരു അസ്വാരസ്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. നമുക്കൊരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്, ഒരു വിമർശനാത്മകമായ മനോഭാവമൊക്കെ അവരോട് വരുന്നത്. എന്നാ കർത്താവ് പറയുന്നത് എന്താ? 15-ാമത്തെ വാക്യം എവിടെ നമ്മളിപ്പോൾ ഉള്ളത്? യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ ജഡപ്രകാരം വിധിക്കുന്നു, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും അങ്ങനെ വിധിക്കുന്നില്ല. ആരെയും വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ വിധിക്കുന്ന കാര്യം കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ആരെയും ആ ജഡപ്രകാരം അങ്ങനെ ഞാൻ വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ വിധിക്കും, പക്ഷെ വിധിച്ച ഞാൻ ഒറ്റയ്ക്കല്ല വിധിക്കുന്നേ, സിംഗിൾ ബെഞ്ച് വേർഡിക്റ്റ് അല്ല. ഇപ്പൊ ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ചില വേർഡിക്റ്റ് അത് സിംഗിൾ ബെഞ്ച് വേർഡിക്റ്റ് ആയിരുന്നു. ഒരു ജസ്റ്റിസ്, ഒരു ചീഫ് ജസ്റ്റിസ് മാത്രമുള്ള ബെഞ്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പിന്നെയും ചോദ്യം ചെയ്ത് ഇത് ഡിവിഷൻ ബെഞ്ച്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. വക്കീലന്മാരായിട്ടുള്ള നമ്മുടെ സൗരന്മാരോടൊക്കെ ചോദിച്ച കൂടുതൽ ഡിവിഷൻ ബെഞ്ച് വിധി അതിനെ കുറച്ചുകൂടി ഒരു സാധ്യതയുള്ള എന്നൊക്കെയാണ് പത്രങ്ങളിൽ നിന്ന് ഓരോ വാർത്ത മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. വെച്ചാൽ സിംഗിൾ ബെഞ്ച്, ഒരു ജസ്റ്റിസ്, ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് മാത്രം ഇരുന്നുകൊണ്ടങ്ങ് വിധിച്ച് അവരൊരു വിധി അങ്ങ് ഏൽപ്പിച്ചു. അതിന് അത്ര വലിയ ഇതില്ല. ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ പല പല ജസ്റ്റിസ്, 2-3 പേരൊക്കെ അവരും വിധി പറഞ്ഞു. അപ്പൊ അത് കുറച്ചുകൂടെ അതിനൊരു ബലമുണ്ട്. ഡിവിഷൻ ബെഞ്ച് വേർഡിക്റ്റ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ എന്ന് പറയുന്നത് കർത്താവ് വിധിക്കുമ്പോൾ കർത്താവ് സിംഗിൾ ബെഞ്ച് വേർഡിക്റ്റ് കർത്താവായിട്ട് അങ്ങ് വിധിക്കുന്നില്ല. എന്ന് വെച്ചാൽ കർത്താവ് സർവശക്തനായ ദൈവമാണ്, പക്ഷേ കർത്താവ് തന്നെ ഒഴിച്ച് ഭൂമിയിൽ നമ്മൾ ഈ പൊന്ന് അളവുകളുടെ കാര്യം പറയുന്നത്. നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല. നമ്മളിവിടെ വെളിപാട് പുസ്തകം പഠനം തന്നെ സഹോദരൻ എങ്ങോട്ടൊക്കെ പോയി എന്തൊക്കെയോ പറയുന്നത് വിചാരിക്കരുത്. വേർഡിക്റ്റിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെ ഒക്കെ കാര്യം പറയുന്നത് വെളിപാട് പുസ്തകം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ന് പറയരുത്. എന്താ നമ്മൾ പൊന്നുകൊണ്ടുള്ള അളവ് പോലെ, എങ്ങനെ കർത്താവിന്റെ കയ്യിലുള്ള പൊന്നുകൊണ്ടുള്ള അളവ് പോലെ കണ്ടോ? ആ പൊന്നുകൊണ്ടുള്ള അളവ് പോലെ എങ്ങനെയാ കർത്താവിന് കിട്ടിയെന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്നും ഏകനായിട്ടൊന്നും ചെയ്തില്ല. കർത്താവ് സ്വർഗത്തിലായിരുന്നപ്പം ദൈവത്തിന്റെ വചനമായിട്ട്, പിതാവിന്റെ വചനമായിട്ട് കർത്താവ് നിത്യം മുതൽക്കേ ആയിരുന്നപ്പോഴും പിതാവിനുള്ള കൂട്ടായ്മയിൽ അഭേദ്യമായ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള പിരിക്കാനൊക്കാത്ത കൂട്ടായ്മയിലായിരുന്നു, പിതാവിനോടൊത്തുള്ള കൂട്ടായ്മയിലായിരുന്നു യേശു ഉണ്ടായിരുന്നത് വചനമായിട്ട്. എന്നാൽ കർത്താവ് ഭൂമിയിൽ മറിയുടെ ഉദരത്തിലൊരു ശിശുവായിട്ട് ഉരുവായി ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചപ്പോഴും കർത്താവ് പിതാവിന്റെ മാർവിൽ തന്നെ ഇരിക്കുന്നവനായിരുന്നു. പിതാവിന്റെ മാർവിൽ ഇരിക്കുന്നവൻ അല്ലെങ്കിൽ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവൻ എന്നുള്ള തെറ്റായ പരിഭാഷ യോഹന്നാൻ 1:18 നമ്മൾ പറയാറുണ്ട്. കോൾപാസ് എന്ന് പറഞ്ഞ വാക്യം പിതാവിന്റെ മാർവിൽ ഇരിക്കുന്ന പുത്രൻ, പിതാവിന്റെ മാർവിൽ ഇരിക്കുന്ന കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും പിതാവിന്റെ മാർവിൽ തന്നെ ഇരുന്നത്, ആത്മീയമായിട്ട് പറഞ്ഞ പിതാവിന്റെ മാർവിലോട് ഇരുന്ന ആ കർത്താവ് സ്വന്തമായിട്ടൊന്നും ചെയ്തില്ല. അതാ ഞാനൊന്നും സ്വന്തമായിട്ട് ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള വാക്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ യോഹന്നാൻ 5:19-20 വാക്യങ്ങൾ, അതിന്റെ 30-ാമത്തെ വാക്യം അതുപോലെ പറയുന്നുണ്ട്. യോഹന്നാൻ 5:19-20-30 വാക്യങ്ങളിലെ സ്വന്തമായിട്ട് കർത്താവ് ഞാനൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതേ കർത്താവിന് ഇവിടെ പറയുക, ഞാൻ വിധിച്ചാലും ഞാൻ സിംഗിൾ ബെഞ്ച് വേർഡിക്റ്റ് അല്ല, ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ചവനും കൂടെ ആകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. ഞാൻ ഓരോ കാര്യവും ഞാനായിട്ട് എൻ്റെ സ്വയത്തിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് വിധിയായിട്ട് പറയത്തില്ല, മറിച്ച് പിതാവിനോട് ചോദിച്ച് പിതാവിൽ നിന്നുള്ളൊരു ആത്മാവിൽ നിന്നുള്ളൊരു ഇന്ന വിറ്റ്നസ്, പിതാവിൻ്റെ ശബ്ദമായിട്ട് എൻ്റെ ആത്മാവിലുള്ളൊരു അകമയുള്ളൊരു വിറ്റ്നസ്. അപ്പം അത് ആത്മാവിൻ്റെ ഒരു വിവേചനം. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ജഡത്തെക്കുറിച്ച് തന്നെ ഉള്ള തിന്മകളും കാര്യങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് അത് നമ്മെ തന്നെ മുമ്പാകെ വിവേചിക്കാൻ നമ്മൾ ശീലിക്കുമ്പോൾ, ഓഫ്കോഴ്സ് കർത്താവിന്റെ ജഡത്തിൽ തിന്മയൊന്നും ഇല്ലായിരുന്നു. കർത്താവ് പാപരഹിതനായിട്ടാണ് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ ജനിച്ചത്. എന്നാൽ നമുക്ക് ഒരു ജഡമുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ തന്നെ ജീവിതത്തിലുള്ള സ്വാർത്ഥതയും നികളവും അശുദ്ധിയും അസൂയയും അക്ഷമയും അങ്ങനെയൊക്കെയുള്ള പല പല
ആന്തരികമായിട്ടുള്ള പല പാവങ്ങളെയൊക്കെ കുറിച്ച് ദൈവം കൂടുതൽ വെളിച്ചമൊക്കെ തന്ന് നമ്മളുടെ ജഡത്തെ തന്നെ നമ്മൾ വിധിക്കുന്നവരായിട്ടായിത്തീരുമ്പോൾ നമുക്ക് ദൈവം നമുക്ക് ഉത്തരവാദിത്തമുള്ളവരെ കുറിച്ചും ദൈവം നമുക്ക് നമ്മുടെ സർക്കിളിലെ ദൈവത്തിൻ്റെ ആ ഒരു നമ്മുടെ വൃത്തത്തിൽ വെച്ചിരിക്കുന്നവരെ കുറിച്ച് നമ്മളോട് വരുന്ന ഇടപെടുന്നവരെ കുറിച്ചൊക്കെ ഒരു വിവേചനം, അതാ ഒരു നീതിയോടെയുള്ള ഒരു വിധി അല്ലെങ്കിൽ സത്യത്തോടെയുള്ള ഒരു വിധി എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ നമ്മൾ ഡിസേൺമെന്റ് അല്ലെങ്കിൽ വിവേചനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം എല്ലാ വിവേചനത്തിലും എല്ലാ വിവേകത്തിലും വളരട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇൻ ഓൾ ഡിസേൺമെന്റ്. എനിക്കൊന്ന് മലയാളത്തിൽ അത് വിവേകം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫിലിപ്പിയർ 1-ന്റെ 9-ാമത്തെ വാക്യം നമ്മൾ സാഗ്വേർ തന്നെ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യമാണ്, നമ്മൾ സഭയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യമാണ്. അവിടെ വിവേചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാ നീതിയോടുള്ള വിധി. ഫിലിപ്പിയർ 1-ന്റെ 9-ാമത്തെ വാക്യത്തില് ഇൻ ഓൾ ഡിസേൺമെന്റ്, 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. പരിജ്ഞാനം എന്ന് പറയാൻ കർത്താവിനെ അറിയുന്ന അറിവ്, അത് റിയൽ നോളജ്. പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും, ഓൾ ഡിസേൺമെന്റ്, എല്ലാ വിവേകത്തിലും അല്ലെങ്കിൽ വിവേചനത്തിലും വർദ്ധിച്ചു വന്നിട്ട്. സ്നേഹം ഫുളിഷായിട്ടുള്ള ഒരു സ്നേഹമല്ല. ഫുളിഷായിട്ടുള്ള സ്നേഹം, മൂഢമായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു, ഇത് ചെയ്യുന്ന നമ്മളങ്ങ് അവരെ സഹായിക്കണം, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് മാനസികമായുള്ളൊരു സഹതാപത്തിൽ എന്തെങ്കിലും എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മാർത്തയെ പോലെ, മാർത്താ സിൻഡ്രോം പിടിച്ച്. എന്നാൽ വിവേചനത്തോടെ കർത്താവേ, അത് അവിടുന്ന് എന്താ എന്നെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ ഇത് ചെയ്യണോ അത് ചെയ്യണോ, അത് ദൈവത്തിൻ്റെ ഒരു ഇന്ന വിറ്റ്നസ്, അകമയുള്ള ഒരു സാക്ഷ്യത്തോടെ ഉള്ള ഒരു വിവേചനത്തോടെ ഉള്ള ഒരു സ്നേഹം, കാർക്കശ്യത്തോടുള്ള ഒരു സ്നേഹം. തിരുത്തേണ്ടടുത്ത് വളരെ കാർക്കശ്യത്തോടെ, ചാട്ടവാറിനെടുക്കുന്നത് ചാട്ടവാറെടുക്കാൻ, കരുണയോട് പറയേണ്ടടുത്ത് ഉത്സാഹിപ്പിക്കേണ്ടടുത്ത് ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിവേചനത്തോടുള്ള ഒരു സ്നേഹം. അപ്പം അതുകൊണ്ട് കർത്താവ് ഏകനായിട്ട് വിധിച്ചില്ല. കർത്താവിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? പൊന്നുകൊണ്ടുള്ള അളവ് പോലെ. അത് ഈ പൊന്നുകൊണ്ടുള്ള അളവ് പോലെ നമ്മളിപ്പം കണ്ടേ. ഇപ്പം സഭയെ ഇവിടെ അളക്കുന്നത്, ഇന്നും നമ്മളുടെ സഭയിലുള്ളവരെയും സഭയൊക്കെ അളക്കുന്ന, നമ്മൾ മാനുഷികമായിട്ട് എന്തെങ്കിലും വിധിക്കാൻ നമ്മളാരുമല്ല, നമ്മളാരും ഒന്നും വിധിക്കരുത്, അങ്ങനെ ഒരു മാനുഷികമായ വിധിയോടെ നമ്മളായിരിക്കരുത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് പറയുന്നുണ്ട്, നിങ്ങൾ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ജഡപ്രകാരം കാഴ്ചപ്രകാരമുള്ള ഒരു വിധി ആയിരിക്കരുത്. 1 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് ഒരുപോലെ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്, അവന് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് ആക്കി. കിട്ടിയോ? 1 കൊരിന്ത്യർ 4-ന്റെ 1 Corinthians 4:5. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. ഫൈനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൈവറ്റ് ലൈഫും ഉണ്ട്, പിന്നെന്താ, ഒരാളുടെ പേഴ്സണൽ ലൈഫും ഉണ്ട്, ഒരാളുടെ മോട്ടീവ്സും ഉണ്ട്. തിങ്സ് ഹിഡൻ ഇൻ ഡാർക്ക്നെസ്, വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത നമ്മളുടെ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. പിന്നെ അതായത് നമ്മൾ പരസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്തു എന്നാൽ അകമേ നമ്മൾ എന്തുദ്ദേശത്തോടാ ചെയ്തേ എന്നുള്ള കാര്യമാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. തിങ്സ് ഹിഡൻ ഇൻ ഡാർക്ക്നെസ് പറയുമ്പോൾ വേറെ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉള്ള നമ്മുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതം, പ്രൈവറ്റ് ലൈഫ്, സ്വകാര്യ ജീവിതം എന്ന് പറയാം. പിന്നെ മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യും, പറയും, പ്രസംഗിക്കും, പാടുകയൊക്കെ ചെയ്തു. എന്നാൽ അത് ചെയ്തപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തുവായിരുന്നു? നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു? നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത്, കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണോ ചെയ്തത്? അത് മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട്. അപ്പം ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 ചോദ്യങ്ങളെന്ന് നമ്മളിപ്പോഴും സാങ്ക്ബർന്ന് കേട്ട് നമ്മൾ പറയാറുണ്ട്. എന്താ? നമ്മുടെ സ്വകാര്യ ജീവിതം, വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത നമ്മുടെ ജീവിതം, അത് കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെടാതെയുള്ള, ഓഫ്കോഴ്സ് സ്വകാര്യ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടായിട്ടും കർത്താവിന്റെ രക്തത്തിൽ അങ്ങ് കഴുകപ്പെടണം. കഴുകപ്പെട്ടിട്ടില്ലാത്തതാണെങ്കിൽ അന്ന് അവിടെ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം മുറുക്കത്തോടെ മുമ്പാകെ നല്ല മനസാക്ഷിയോടെ ആയിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം സ്വകാര്യ ജീവിതവും പിന്നെ നമ്മളുടെ ഹൃദയ വിചാരങ്ങൾ, ഹൃദയത്തിന് ആലോചനകൾ, മോട്ടീവ്സ്, എന്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു, മോട്ടീവ് എന്നുള്ളൊരു വാക്ക്, ഹൃദയങ്ങളുടെ ആലോചന എന്നുള്ളൊരു വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബൂളെ എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൗൺസിൽ, പർപ്പസ്, ഉദ്ദേശം, മോട്ടീവ് എന്നാണ്, അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം എന്നാണ് NASBയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ പൊന്നുകൊണ്ടുള്ള അളവുകോല്, നമ്മളതുകൊണ്ട് മാനുഷികമായിട്ട് അളവുകോല് വെച്ച് ആൾക്കാരെ വിധിച്ച് തള്ളരുത്. പൊന്നുകൊണ്ടുള്ള ചിലതിനെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എല്ലാവരെ കുറിച്ചും വിവേചിക്കാൻ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുമില്ല. ദൈവം നമ്മളുടെ പരിധിയിലൊക്കെ വരുന്ന ആൾക്കാരോട്
നമുക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരോട് അവിടെ ഒരു വിവേചനത്തോടെ നമ്മളായിരിക്കണം എന്നുള്ളൊരു കാര്യം. ആ പൊന്നുകൊണ്ടുള്ള അളവ് പോലെ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിപ്പം സമയമായതുകൊണ്ട് നമുക്ക് ബാക്കി ആ ഒരു ക്യൂബിന്റെ കാര്യവും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ക്യൂബിന്റെ കാര്യമൊക്കെ നമുക്ക് ദൈവം സഹായിച്ച് അടുത്ത ആഴ്ച കാണാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലെ ആയിരിക്കട്ടെ. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. നമുക്ക് കണ്ണടച്ച ഫാമിലിക്ക് നോക്കാം. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന ആ ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്താം. അവസാന കാലം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ജീവപുസ്തകത്തിൽ നമ്മളുടെ പേര് ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടോ? അതോ തീപ്പൊയ്കയിലോട്ടുള്ളൊരു പോക്കാണോ? ചാകാത്ത പുഴു, കെടാത്ത തീ, അത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് രക്ഷയെക്കുറിച്ചൊരു ഉറപ്പില്ലാതെ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ അങ്ങനൊരു ഉറപ്പില്ലാതെ എപ്പോഴെങ്കിലും ഒരു ഉറപ്പൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ലാഘവത്തിലാണ്. മറിച്ച് കർത്താവേ, എനിക്ക് അങ്ങിൽ നിന്നൊരു ഉറപ്പ് വേണം, അങ്ങനെ എന്നോട് പറയണം, ഞാൻ അവിടുത്തെ മകനാണ് മകളാണെന്നുള്ളൊരു ഉറപ്പ്, ഒരു അകമയുള്ളൊരു സാക്ഷി എനിക്ക് വേണം. കർത്താവെ, പരിശുദ്ധാത്മന നിറവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു സാക്ഷി എനിക്ക് വേണം. അങ്ങനെ ഒരു ഉറപ്പുള്ള ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജീവിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ തീമതിൽ നമ്മുടെ ചുറ്റും ഉണ്ടോ? അതിനായിട്ട് നമ്മളെ ജഡത്തെ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിൽ വെച്ച് നാം കർത്താവിനുള്ള കൂട്ടായ്മയിലാണെങ്കിൽ കർത്താവ് നമുക്കൊരു തീമതിലായിട്ട് കെരൂബുകൾ ചുറ്റും ചുറ്റും എല്ലാ ദിശയിലേക്കും തിരിയുന്ന ഒരു വാളിൻ്റെ ജ്വാലയായിട്ട് നിന്ന് നമുക്കൊരു അഗ്നിമതിലായിട്ട് കർത്താവായി തീരുന്നു. നമ്മളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു വാളുണ്ടോ? അങ്ങനെ ഒരു അഗ്നി മതിലുണ്ടോ? അതോ നമ്മളുടെ ഭാര്യ, ഹെഡ് ഓഫ് ദ ഫാമിലീസ് ആയിട്ടുള്ള സഹോദരന്മാർക്ക് ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അതുപോലെ അവരെ ആ ഒരു പഥ്യോപദേശത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു തീ മുതലുണ്ടോ? അതോ നമ്മളുടെ മക്കളുടെ തെറ്റുകളെ, കുറവുകളൊക്കെ നമ്മൾ ന്യായീകരിച്ച് വീണെടുത്ത് കിടന്ന് ഉരുളുന്നവരാണോ? അതോ കർത്താവേ, അവരെ ന്യായീകരിക്കാനല്ല, മറിച്ച് കർത്താവ് അവരെ സ്നേഹത്തിൽ, കാർക്കശ്യത്തിൽ അവരെ തിരുത്തേണ്ടടുത്ത സമയത്ത് അവരെ തിരുത്താനും, ഉത്സാഹിപ്പിക്കേണ്ട സമയത്ത് ഉത്സാഹിപ്പിക്കാനും ഒക്കെ അവരെ ഈ ജീവന്റെ വഴിയിലൂടെ വഴി നടത്താനാ കർത്താവേ എനിക്ക് മക്കളെ തന്നിരിക്കുന്നതെന്ന് നമ്മൾ അപ്പനമ്മമാരായിട്ടുള്ള നമ്മൾ പറയുമോ? നമ്മളുടെ മക്കളുടെ ചുറ്റും നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഒരു തീമതിലായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം നാം ക്രൂസിന്റെ വഴിയിലാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളായിരിക്കും, അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന് വരുന്ന സഭയ്ക്ക് ചുറ്റും ഒരു തീമതിലുണ്ടായിരിക്കും, ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു തീമതിൽ. അങ്ങനെ ഒരു വൻമതിൽ ഇന്നും അപ്പോസ്തലന്മാർ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മളെ വേർപാടിൻ്റെ ഒരു സദ്വചനങ്ങൾ പറയുമ്പോഴും നമ്മൾ ആ ഓരോ ഇഷ്ടിക അടുക്കി വെച്ച് ആ മതിൽ അതങ്ങ് പൊക്കത്തോളം, അതിൻ്റെ ആ ഒരു ഉയരത്തോളം നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് കർത്താവ് പണിയുന്ന ഒരു സഭ. നമുക്ക് ആ പുത്തൻ ഭാഗമായിട്ട് ആയിത്തീരാം. അതിനായിട്ട് നമ്മൾ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ആ പഴയ നിയമഭൃത്യന്മാർക്ക് ഏതൊരളവിലെ അവർക്കൊരു കർത്താവെ ആത്മീയമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിരുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവരുടെ ഉള്ളത്തിൽ വരത്തക്കവണ്ണം അന്ന് ആ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ വഴി കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ട് തുറക്കപ്പെട്ടിരുന്നില്ലാത്തത് കൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന് വരുവാൻ സാധിക്കുമായിരുന്നില്ല പഴയ നിയമത്തിൽ. എന്നാണ് ഏറ്റവും വലിയ പഴയ നിയമ ഭക്തനായ യോഹന്നാൻ സ്നാപകനിലും വലിയൊരു കർത്താവെ ആത്മീയ നിലവാരത്തിലേക്ക് വരുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എനിക്ക് സാധിക്കും. കർത്താവിൻ്റെ ജീവിതത്തിലെ രാജാവായിട്ട്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ടായി തീരുമ്പോൾ, കർത്താവിൻ്റെ ജീവിതത്തിലെ രാജാവായിരിക്കുമ്പോൾ എനിക്ക് അതുപോലുള്ളൊരു ഉറപ്പിലേക്ക്, അതുപോലുള്ള ഒരു നിലവാരത്തിലേക്ക്, ജീവിത നിലവാരത്തിലേക്ക് വരുവാൻ സാധിക്കും എന്നുള്ളൊരു വലിയ സാധ്യത കർത്താവ് നമുക്ക് തുറന്നിട്ടിരിക്കുന്നു. നാം അത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, അത് എത്രമാത്രം നാം അത് കരസ്ഥമാക്കിയിട്ടുണ്ട്, ആ ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ട്. അതോ ഇപ്പോഴും പഴയ നിയമഭക്തന്മാരെ പോലെ പുറമേ ഉള്ളൊരു നീതിയോ ഉള്ളോ? അതോ നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവും ഉണ്ടോ? നമുക്ക് നമ്മെ തന്നെ ദൈവം മുമ്പാകെ ശോധന ചെയ്യാം. നമുക്ക് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലും ഉണ്ടോ? അതോ നമ്മളുടേതായ മാനസികമായ ജഡപ്രകാരമുള്ള, കാഴ്ചപ്രകാരമുള്ള അളവ് പോലും വെച്ച് നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കുകയും വിധികൽപ്പിക്കുകയും മാർക്കിടുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്നതാണോ? പിന്നെ യഥാർത്ഥത്തിലുള്ള വിവേചനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും പുച്ഛമില്ല, ആരെയും നമ്മൾ ലുക്ക് ഡൗൺ അപ്പോൺ, താഴ്ത്തി കാണുന്നില്ല. മറിച്ച് നമുക്ക് മറ്റുള്ളവരോട് ഇൻറ്റർസീഡ് ചെയ്യുന്ന, പക്ഷപാതം ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു ആത്മാവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപവാദിയുടെ, പിശാചിൻ്റെ ആത്മാവായിരിക്കില്ല. കർത്താവെ, എനിക്ക് അങ്ങ് വിധിച്ചതുപോലെ ഏകനായിട്ട് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ വേർഡിക്റ്റ് അല്ല കർത്താവെ, ഏകാംഗ ബെഞ്ചിൻ്റെ വിധിയല്ല എനിക്ക് വേണ്ടത്.
കർത്താവെ ഡിവിഷൻ ബെഞ്ച് വേർഡിക്റ്റ് എന്ന വണ്ണം കർത്താവ് അങ്ങയോട് ചേർന്ന് വിധിക്കുവാൻ, വിവേചിക്കുവാൻ, ഓരോ കാര്യം അങ്ങ് നോക്കി കാണുന്ന പോലെ കാണാനും കർത്താവെ അങ്ങ് കർത്താവെ മറ്റുള്ളവരെ കണ്ടതുപോലെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ കർത്താവെ അവിശ്വാസികളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ യേശു കണ്ടതുപോലെ കർത്താവെ അവരെ കാണുവാനും വിവേചിക്കുവാനും കർത്താവെ ആ ഒരു പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലും എനിക്കും വേണം. അവിടുന്ന് തരണമേ. കർത്താവെ ആ ഒരു വിവേചനത്തിൻ്റെ ആ ഒരു വരം, പരിശുദ്ധാത്മാവിൻ്റെ വരം, ഡിസ്റ്റിങ്വിഷിങ് ഓഫ് സ്പിരിറ്റ്സ്, അത് പരിശുദ്ധാത്മാവിൻ്റെ വരവായിട്ട് നമ്മൾ 1 Corinthians 12 വായിക്കുന്നുണ്ട്. അതുപോലെ വിവേചനത്തിൻ്റെ ആ ഒരു വരവും കർത്താവെ എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവെ, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളും വചനത്തിന് മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മാനസാന്തരപ്പെടട്ടെ. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. അവിടുത്തെ ആത്മാവിനെ നിറച്ച് കർത്താവെ അവിടുന്ന് ഹൃദയപലകമേൽ ഞങ്ങൾ കേട്ട വചനങ്ങൾ എഴുതി തന്നാട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവവും യാഥാർത്ഥ്യവും അനുസരണമായി തീരട്ടെ. ഒരു വെളിപ്പാടായി തീരട്ടെ. ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം ഇനിയും കുറച്ചുകൂടി ഒരു ആത്മീയ ഉയരത്തിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.